ഇതിൽ മുന്നോട്ട് കൊണ്ടു കമ്പനി ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് ഈ ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യോ, അങ്ങനെ ഒരു കാര്യത്തിലും നിങ്ങളെ പോലെ തന്നെ നമുക്കും ആകാംക്ഷയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറയാം, വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഇത് ചെയ്ത് മുന്നോട്ട് പോകണം. കളിക്കുന്നവരായാലും കളിക്കാത്തവരായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരം ഇപ്പൊ ഇവിടെ കമ്പനി നമ്മളോട് മുന്നിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ കമ്പനി പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ബിലോ കോയിൻ ഇന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, എല്ലാവരുടെ വാലറ്റിലാണ്. ഒരു 50,000, 1,00,000, 5,00,000, 10,00,000 ഒക്കെ ആയിട്ട് നമ്മുടെ ബിലോ കോയിൻ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു 3 രൂപയ്ക്ക് അല്ലെ 2 രൂപ 70 പൈസക്കാണ് കമ്പനി ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമുക്ക് തരും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ഒരു 3 രൂപയ്ക്ക് അത് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സെല്ല് ചെയ്യും. നമ്മളെല്ലാവരും ഇപ്പൊ ഈ മീറ്റിങ്ങിൽ വന്ന 46 പേരും പുറത്ത് ഉള്ള 4,00,000 പേരും എന്താണ് അത് സെല്ല് ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ അത് സെല്ല് ചെയ്യുമ്പോൾ അറിയാം, അത് 3 രൂപ എന്നുള്ളത് 2 രൂപയാവും, 1 രൂപയും 50 പൈസയും 10 പൈസയും 5 പൈസയും. കാരണം അവിടെ ബൈ ചെയ്യാൻ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു കോയിനും അതിന്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അത് എന്താ പറയാ, അല്ലെങ്കിൽ അവിടെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അത് ഈ പറയുന്ന രീതിയിൽ ക്യാഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് കമ്പനി ഇത് ലിസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല, അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇത്ര കാലം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഹാപ്പി ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി ഈ ഒരു എക്സ്ചേഞ്ച് സോണിന്റെ ഇന്നോവേഷൻ ഫാക്ടറിയുടെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് ബിലോ കമ്മ്യൂണിറ്റി. അപ്പൊ അതിനു വേണ്ടിയിട്ട് കമ്പനി കുറേയധികം മാർക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ഇവന്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ കോയിന് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഇന്നിപ്പോ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നു, അവരുടെ ഏറ്റവും ലക്ഷ്യം എന്ന് പറയുന്നത് അവര് പൈസ ചെലവാക്കുന്നതും പ്രൊമോഷൻസ് ചെയ്യണതും മീറ്റിംഗ്സ് ചെയ്യണതും എല്ലാ കാര്യങ്ങളും ചെയ്യണത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. ഇവിടെ ഓൾറെഡി നമുക്ക് ബിലോവിന് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഇന്നോവേഷൻ ഫാക്ടറിയുടെ തന്നെ ഒരു അസറ്റാണ്. ഓക്കെ, അപ്പൊ അവർക്ക് അത് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് ആ ഒരു കമ്പനിയുടെ കൂടെ നിൽക്കുള്ളൂ. മാത്രമല്ല, അത് ബിലോ നമ്മുടെ കമ്മ്യൂണിറ്റി ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ BNB ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബിറ്റ് കോയിന്റെ കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ. ഇവിടെ ബിറ്റ് കോയിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇത്രയധികം കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയാ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്, അതോറിറ്റി. ഓക്കെ, ഇത്രയധികം ബിറ്റ് കോയിൻ നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഇതേപോലെ ഓരോ കോയിൻസിന്റെയും കമ്മ്യൂണിറ്റിയാണ് ആ കോയിൻസിനെ വളർത്തുന്നതും തളർത്തുന്നതും. അപ്പോ നമുക്ക് 2.5 വർഷമായിട്ട് വെയിറ്റ് ചെയ്ത ഒരു ബിലോന്റെ കമ്മ്യൂണിറ്റി ഇവരുടെ BFIC കോയിനും ബാക്കി ഏതൊരു കോയിനും അല്ലെങ്കിൽ നമ്മുടെ എക്സോൺ ടോക്കണും ഏതേതിലും കൂടുതലായിട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ബിലോ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ബിലോ കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ടാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ കമ്പനി വളരെ എക്സൈറ്റഡ് ആയിട്ട് ഉമർ സാറ് ഈ എന്താണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 1-ാം തീയതി മുതലുള്ള മീറ്റിങ്ങിന്റെ ഓരോ സ്റ്റാർട്ടിങ് മുതലും ആള് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും വലിയൊരു സംഭവമാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്രോജക്റ്റ് എന്നാണ് നമ്മുടെ ക്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു ഗെയിമിംഗ് പ്രോഗ്രാമാണ്. അതിൽ കൂടി നമുക്ക് എല്ലാവർക്കും വളരെ ഫാസ്റ്റ് ആയിട്ട്, നമുക്കറിയാം ഈ ഒരു കോയിന്റെ കമ്മ്യൂണിറ്റി കൂടുതലാണ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് കോയിൻസ് ബില്യൺസ് ഓഫ് കോയിൻസ് ആണ് മാർക്കറ്റിൽ ടോട്ടൽ സപ്ലൈയിലുള്ളത്. കമ്പനിയുടെ കണക്കനുസരിച്ചിട്ട് ഏകദേശം പുതിയ കോയിൻസ് ഒരു 5 to 6 ബില്യൺ ബിലോ കോയിൻസ് ആണ് മാർക്കറ്റിൽ ഉള്ളത്, പുതിയ കോയിൻസ്. ഓക്കെ, അത് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ ഈ ഒരു ഗെയിമിംഗ് കൂടി നടത്താൻ പറ്റും എന്നാണ് കമ്പനി വളരെ കോൺഫിഡൻറ്റോട് കൂടി പറയുന്നത്.
ചിലപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് മനസ്സിലാവില്ല. പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നമ്മളത് കഴിഞ്ഞ എല്ലാ മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കമ്പനി പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ. അപ്പോ കമ്പനി അടുത്ത് തന്നെ കമ്പനിയുടെ പുതിയ കോയിൻസ് കൊണ്ടുവരാനായിട്ട് പോവാണ്. ബിലോവിന്റെ പുതിയ കോയിൻ, അതിന്റെ പേര് ബിലോ തന്നെ ആയിരിക്കും, കോൺട്രാക്ട് അഡ്രസ് വ്യത്യാസം ഉണ്ടായിരിക്കും. പുതിയ കോയിൻ കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പൊ ആ പുതിയ കോയിൻ, ഇതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് സപ്ലൈ ആണ് ഉണ്ടായിരിക്കുക. അത് ഡിസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളായിരിക്കും ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത്. 0.1 എന്നുള്ള റേറ്റിലായിരിക്കും ആ കോയിൻ ലോഞ്ച് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം BFIC, ബിലവ്, ബാക്കിയുള്ള കോയിൻസിനൊക്കെ നമ്മൾ IPO കണ്ടിട്ടുണ്ട്. ഇത് ഡെക്സ ഡിസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് IPO ഉണ്ടായിരിക്കില്ല. നമ്മൾ ഓരോ വ്യക്തികളും വാങ്ങുന്നതനുസരിച്ച് അതിന്റെ പ്രൈസ് കൂടി വരുന്ന ഒരു രീതിയാണ് അതിലുള്ളത്. ഓക്കെ. അപ്പോ കമ്പനി പലതവണ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു പുതിയ കോയിന്റെ കോൺട്രാക്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അതിൽ ബാക്ക് എൻഡിലോ അല്ലെങ്കിൽ അതിന്റെ ടോക്കണമിക്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്ത് മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് വന്നാൽ മതി. നിങ്ങൾക്ക് ChatGPT ഇട്ട് അത് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് ഇതിലേക്ക് വന്നാൽ മതി എന്നൊക്കെ കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ 0.1 എന്ന് വെച്ചാൽ 10 രൂപയ്ക്കാണ് ആ കോയിൻ ലോഞ്ച് ആവുന്നത്. ഓരോ വ്യക്തികൾ ഇത് മേടിക്കുന്ന സമയത്ത് ഏകദേശം 2500 മുതൽ $5000 ബൈങ് നടന്നു കഴിഞ്ഞാൽ ഈ 0.1 എന്നുള്ളത് 0.2 മാറും. വീണ്ടും ഇത്രയധികം $2500 to $5000 കയറി കഴിഞ്ഞാൽ 0.12 എന്നുള്ളത് 3 മാറും. അങ്ങനെ ഈ ഒരു കോയിന്റെ റേറ്റ് എപ്പോഴും കൂടുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായിരിക്കുക. കാരണം ഈ ഒരു കോയിൻ, ഈ ഞാൻ പറയുന്നത് വരാൻ പോകുന്ന കോയിനെ കുറിച്ചിട്ടാണ്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കോ ഹോസ്റ്റ് ആയിട്ടുള്ളവർ അവർ പിന്നീട് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോ ഈ ഒരു കോയിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 0.1 നമ്മൾ ഇത് മേടിച്ചു. ഓക്കെ. വീണ്ടും ആളുകൾ ഇത് ബൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റേറ്റ് കൂടി പോകും. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു കോയിൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ IPL ആയാലും അല്ലെങ്കിൽ എങ്ങനെയായാലും ആദ്യ ദിവസം തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ വരും. അപ്പൊ ഒരു $10000 കോയിൻ മേടിക്കും. $10000 മേടിച്ചു കഴിഞ്ഞാൽ ചില 10 ലക്ഷം രൂപയ്ക്ക് അവർ മേടിക്കുന്നു. എന്നിട്ട് ഈ ഒരു കോയിൻ ചിലപ്പോൾ ഒരു $5 $6 ഒക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവരവരുടെ കോയിൻ സെല്ല് ചെയ്യും. അല്ലെ? അത് സെല്ല് ചെയ്ത് അവർ ക്യാഷ് ഔട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇടിയും. അതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കോയിന്റെ എക്കണോമിക്സ് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ ഒരു ഒരു വ്യക്തി ഒരു 100 കോയിൻ മേടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, വട്ടവർ എത്രയാണ് അവർ മേടിക്കുന്നത്, അതിന്റെ 1% വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ദിവസം ഒരു 1% സെല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ഇനിയിപ്പോ 10 ദിവസം അവർ സെല്ല് ചെയ്തില്ല, 11ാമത്തെ ദിവസം അവർക്ക് 1% തന്നെയാണ് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. എന്താണ് അവരുടെ അവരുടെ വാലറ്റിലുള്ള അതിന്റെ 1% മാത്രമാണ് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ ടോക്കണമിക്സ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ 100 ദിവസം കൊണ്ടാണ് ഏതൊരു ഇൻവെസ്റ്റേഴ്സിനും സെല്ലിങ് ചെയ്യാനായിട്ട് സാധിക്കും, ഈവൻ കമ്പനിക്കും. അപ്പോൾ ബൾക്കായിട്ട് സെല്ലിങ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, സെല്ല് ചെയ്യുന്ന കോയിൻസ് അത് അവിടെ ബാൻ ആയി പോവുകയും ചെയ്യും. ഓക്കെ. ഇനി ആളുകൾ ഇത് ബൈ ചെയ്യുന്ന എന്തിനാണ്, ഈ കോയിൻ മേടിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഏതൊരു കോയിൻ, ഇനിയിപ്പോ സാധാരണ നമുക്കറിയാം ഒരു കോയിനും മേടിക്കാനായിട്ട് ഞാനടക്കം നിങ്ങളടക്കം ആരും തയ്യാറല്ല. കാരണം എക്സോണിന്റെ കാര്യം നമുക്കറിയാം, BFICയുടെ കാര്യം അറിയാം, BLDയുടെ കാര്യം അറിയാം. ഇത് നമ്മുടെ മുന്നിലുള്ളതാണ്. നമ്മളതൊക്കെ ചെയ്യണത്, ഇതൊക്കെ ഇതിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും അല്ലെങ്കിൽ അതിൽ ഇത്ര പൈസ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മളെല്ലാവരും മേടിക്കുന്നതും ചെയ്യുന്നതും. ഓക്കെ. അപ്പോ ഇവിടെ അതില് എന്താണ്, ഈ ഒരു സിറ്റുവേഷനിൽ ആരും ഒരു കോയിൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കില്ല. പക്ഷെ ഇവിടെ ഈ കമ്പനി പറയുന്നത് ഇത് യൂട്ടിലിറ്റി പ്രോജക്റ്റ്, നമ്മുടെ ഈ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂട്ടിലിറ്റി
കോയിൻ ആയിട്ടാണ് ഈ ബിലോ കോയിൻ കമ്പനി കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാവരും മേടിക്കേണ്ട ആവശ്യമില്ല. ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം പുതിയ കോയിൻ മേടിച്ചാൽ മതി. ബൾക്കായിട്ട് മേടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. വീണ്ടും പറയാം, ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം, കളിക്കാൻ താല്പര്യമുള്ളവർ മാത്രം, അതിന് കോൺഫിഡൻസ് ഉള്ളവർ മാത്രം, അതിന് സമയമുള്ളവർ മാത്രം പുതിയ കോയിൻ മേടിച്ചാൽ മതി. ഒരു നിർബന്ധമില്ല. അത് നിങ്ങളുടെ എന്താ പറയാ, കംപ്ലീറ്റ്ലി അപ് ടു യു. രൂപേഷ് സാറ് പറഞ്ഞു മേടിച്ചു, എന്റെ അപ്ലയം പറഞ്ഞു മേടിച്ചു, അല്ലാണ്ട് സതീഷ് സാറ് പറഞ്ഞു മേടിച്ചു, മീറ്റിംഗിൽ കേട്ടിട്ട് മേടിച്ചു എന്ന് പറയണ്ട. ഈ മീറ്റിംഗ് റെക്കോർഡറാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എന്താ പറയാ സെൽഫ് ഡിസിഷനിൽ കോയിൻ മേടിക്കാം. നിങ്ങൾക്ക് താല്പര്യം കളിക്കാം. കളി ചിലപ്പോ ജയിക്കും, ചിലപ്പോ തോൽക്കും, രണ്ട് കാര്യം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ അപ്പോ ഈ ഒരു കോയിന്റെ പ്രൈസ് കൂടാനുള്ള കാരണം ഇതാണ് പറയുന്നത് കമ്പനി. ഇത് ഉപയോഗിച്ചിട്ട് വേണം ഇവിടെ ഗെയിമിൽ ക്രാക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. സിമ്പിൾ ഗെയിമാണ്. എന്താണ് ഒരു ഗോൾ അടിക്കുന്നത്. നമ്മൾ പല എന്താണ് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഗോൾ അടിക്കുന്ന ഒരു ഫുട്ബോൾ ഗോൾ അടിക്കുന്ന ഒരു 5 മിനിറ്റിന്റെ ഗെയിമാണ്. വളരെ സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെ നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം പ്രാക്ടീസ് സെക്ഷൻ അവിടെ ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളും ഒരു മാസം 2 മാസം ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കളിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയാൽ മാത്രം നിങ്ങൾക്ക് ഈ പുതിയ കോയിൻ മേടിച്ചിട്ട് ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വലിയ എമൗണ്ട് നമ്മൾ പുതിയ കോയിൻ മേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാല് $10, സോറി 10 രൂപയുടെ 0.1 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു ഡോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ, $1 അല്ല, $1 പുതിയ കോയിൻ നിങ്ങൾ ഇന്നിപ്പോ ഈ കോയിൻ മേടിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാനിപ്പോ $1 മേടിച്ചു കഴിഞ്ഞു, ചിലപ്പോൾ എനിക്ക് കിട്ടുക 0.5-ലായിരിക്കും. ചിലപ്പോൾ എനിക്ക് കിട്ടുക എന്താ പറയാ $1 ഓക്കെ, $1 എനിക്ക് ഒരു കോയിനെ കിട്ടുള്ളൂ. ആ സമയത്ത് ഇപ്പൊ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് ഏതൊരു പ്രൈസിലാണ് ബൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, അതിനനുസരിച്ച് നമ്മുടെ നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ, ഈ കോയിൻ ഇന്ന് നിങ്ങൾ വാങ്ങി, നിങ്ങൾ ഇനിയിപ്പോ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് നിങ്ങൾ കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴേക്കും ഈ കോയിന്റെ റേറ്റ് വീണ്ടും കയറിയിട്ടുണ്ടാവും. അപ്പൊ കൂടുതൽ കളിക്കാൻ നമുക്ക് പറ്റും. മനസ്സിലായി? എന്ന് വെച്ചാല് ഇന്ന് നിങ്ങൾ വാങ്ങി $1, നിങ്ങളത് 10 ദിവസം കളിച്ചില്ല, വെയിറ്റ് ചെയ്തു, അപ്പോഴേക്കും ഇതിന്റെ കോയിന്റെ റേറ്റ്, ഞാൻ എക്സാമ്പിൾ ആണ് പറയണത്. ഓക്കെ, ഈ കോയിന്റെ റേറ്റ് ചിലപ്പോൾ $2-3 ആയിട്ടുണ്ടാവും. കാരണം ഡേ ബൈ ഡേ ഈ കോയിന്റെ റേറ്റ് എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. കാരണം ബൾക്കായിട്ട് സെല്ലിങ് നടത്താൻ പറ്റാത്തൊരു കോയിനാണ്. P2P നമുക്ക് ചെയ്യാൻ പറ്റും. P2P ചെയ്താലും P2P ചെയ്ത വ്യക്തിക്കും ഇതേപോലെ ഒരു ശതമാനമാണ് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മളിതിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്താണ് 0.1 എന്നുവെച്ചാൽ $10 ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിലൊരു 10,000 പേരാണ് ആ ഒരു പൂളിലുള്ളത്. അങ്ങനെ ഡിഫറെന്റ് പൂളുണ്ട്. 10 രൂപയുടെ പൂളുണ്ട്, 20 രൂപയുടെ പൂളുണ്ട്, 50 രൂപയുടെ പൂളുണ്ട്, 100 രൂപയുടെ. ഞാനിതൊരു ഇന്ത്യൻ റുപ്പീസിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഡോളറിലാണെങ്കിൽ 0.1, 0.2, അല്ലെങ്കിൽ 0.5, അല്ലെ $1, അല്ലെങ്കിൽ $1. ഭാവിയിൽ എന്താണ് വലിയ വലിയ പൂളുകൾ കമ്പനി ഓപ്പൺ ആക്കുന്നതായിരിക്കും. എന്ന് വെച്ചാല് $50 പൂള്, $100 പൂള്, $1,000 പൂള്, $10,000 പൂള് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കമ്പനി ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ കളിച്ചാൽ എന്താണ് 1000 പേര് കളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10,000 പേര് കളിച്ചു കഴിഞ്ഞാൽ, അതിൽ 75% ആളുകളുടെ പൈസ പോവും. എന്നുവെച്ചാല് 1000 പേര് $10,000 പേര്, സോറി 1000 പേര് പറയാം, 1000 പേര് $1 വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൂളിൽ $1,000 ഉണ്ടാവും. 750 പേരുടെ പൈസ പോവും. ഈ പോകുന്നത് 250 പേര് ജയിക്കും. ആ 250 പേർക്ക് റാങ്ക് വൈസ് എന്നാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കമ്പനി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. $1 പോലും കമ്പനി ഇതിൽ നിന്ന് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പല ആൾക്ക് ഡൗട്ട് ഉണ്ടാകുന്നു ഇനിയിപ്പോ പുതിയൊരു പ്രൊജക്ട് കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ഓണിന്റെ വിഡ്രോയിൽ കൊടുക്കാനാണോ എന്നുള്ളത്. അങ്ങനെയല്ല എന്നാണ് കമ്പനി പറയുന്നത്. കാരണം ഇവിടെ വരുന്ന എല്ലാ ഫണ്ടും അവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതല്ല അവരുടെ പേര് പോലും അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ഈ ട്രാക്കിന്റെ ഇതിൽ ആരാണ് ജയിച്ചിട്ടുള്ളത്, റാങ്ക് ആരാണ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഉണ്ടാവും എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഇനി ഇത് ഇത് കളിച്ച് ജയിച്ചു ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു $1000 ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ $1000 കിട്ടും. അതേപോലെ തന്നെ $500 അവരുടെ കയ്യിലുള്ള ബിലവ് അത് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ടും പറ്റും. ഇത് കയ്യിലുള്ള ബിലവ് നമ്മുടെ വാലറ്റിൽ കിടക്കുന്ന 2.5 വർഷമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ബിലവ് 10 രൂപയ്ക്ക് നമുക്ക് കൊടുത്ത് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. 10 രൂപയ്ക്ക്. മുന്നേ കമ്പനി പറഞ്ഞത് 2 രൂപ 70 പൈസയായിരുന്നു. കളിച്ച് ജയിക്കുന്നവർക്ക് 10 രൂപയ്ക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കളിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഡോളർ കിട്ടുന്നുണ്ട്, അല്ലെ, $1000 കിട്ടുന്നുണ്ട്. ഇവിടെ കൊടുത്തത് ആകെ 0.1 ആണ്. എന്ന് വെച്ചാൽ 10 രൂപയാണ് കൊടുക്കുന്നത്. ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ 500 1000 ചിലപ്പോൾ $25 ആയിരിക്കാം, ചിലപ്പോൾ $10 ആയിരിക്കാം. ഈ 250 പേർക്കും 1000 അല്ല കിട്ടുക. മനസ്സിലായില്ലേ? ഈ 1000 അവിടെ ഉള്ളത് എന്താണ് $750 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 250 പേർക്കാണ്. അത് റാങ്ക് വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചിലപ്പോൾ $1 ആവും, $5 ആവും, $10 ആവും, 20 ആവും, 30 ആവും, 200 ആവാം. അങ്ങനെ ഇത് ഒരു കളിയുടെ കാര്യം പറഞ്ഞു. ഒരു 5 മിനിറ്റിൽ സംഭവിക്കുന്ന ഒരു കളിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതിന് എത്രയാണ് അവർക്ക് ബിലോ ക്യാഷ്? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 1,00,000 കോയിൻ ഉണ്ടെങ്കിൽ ഇപ്പൊ $500 10. ഇനി കളിക്കാത്ത വ്യക്തികൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കളിക്കാത്ത വ്യക്തികൾക്ക് ഇപ്പൊ നമ്മളിപ്പോ മീറ്റിംഗ് എടുക്കുന്നുണ്ട്, 51 പേര് മീറ്റിംഗിലുണ്ട്. ഇതിൽ കുറച്ച് പേര് കളിക്കുക, ഒരു 10 പേര് കളിക്കാൻ തയ്യാറായി. ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ആയിട്ട് കളിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റില്ല. അത് എന്ത് കാര്യമായാലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ചവിട്ടാണെങ്കിലും ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിലും ബോളിങ് ചെയ്യുകയാണെങ്കിലും അല്ലേ, നമുക്ക് ഒരേപോലെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഡെയിലി ചെയ്യുന്ന സമയത്ത് അതിൽ പ്രാക്ടീസ് ആവും. അതുകൊണ്ട് തന്നെ പല സ്ക്രീൻഷോട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ചില ആളുകൾ ആദ്യം 500 പോയിന്റ് കിട്ടിയവര് പിന്നെ 1000 2000, ഇപ്പൊ നമ്മുടെ ടീമിൽ ഒരു 3000 4000 ഒക്കെ പോയിന്റ്സ് കിട്ടിയവരുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് ഇതിലേക്ക് വരാം. വരുമ്പോൾ എപ്പോഴും നമ്മൾ പറയാം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വരാതെ ഒരു $0.1 എടുത്തിട്ട് ചെയ്യാം താല്പര്യമുള്ളവർ. അല്ലാത്തവർ എന്ത് ചെയ്യുക, നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ചാല് ഈ കോയിൻസ് അല്ലെ, ഈ കോയിൻസ് മാർക്കറ്റിൽ നിന്ന് ഇത് പൂന്തോറും മാർക്കറ്റിൽ ഇതിന്റെ ഡിമാൻഡ് വരും. ഇപ്പൊ ബിലവിന്റെ റേറ്റ് വളരെ കുറവാണ്. 10 പൈസയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഈ പുതിയ കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് മാർക്കറ്റിൽ ഇതിന്റെ ഡിമാൻഡ് വരുന്നതനുസരിച്ച് എന്ന് വെച്ചാല് ആളുകൾ ജയിക്കുന്നതനുസരിച്ച് നമ്മളിപ്പോ 0.1 തന്നെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇതേപോലെ പല പൂളുകളുണ്ട്. എന്ന് വെച്ചാൽ $1 10,000 പേര് വരികയാണെന്നുണ്ടെങ്കിൽ എത്രയായി? $10,000 ആയി. അതിലിപ്പോ ഒരു വ്യക്തിക്ക് $5,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ $2,500 $5,000 കിട്ടുന്നു. $2,500 വർത്തായിട്ടുള്ള ബിലവ് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായി? സ്ലോലി വലിയ പൂളുകൾ എന്ന് വെച്ചാല് $50 $100 പാക്കേജുകൾ വരുന്ന സമയത്ത് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. മനസ്സിലായി? അപ്പൊ കളിക്കുന്ന ആളുകൾക്ക് അവർ പ്രാക്ടീസ് ചെയ്യാനും അവർക്കത് 10 രൂപയ്ക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കളിക്കാത്തവർക്ക് 10 രൂപയ്ക്ക് എടുക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അവര് എന്താണ്, ഇപ്പൊ ഒരു വ്യക്തി തീരെ ബിലവ് ഹോൾഡ് ചെയ്യാത്ത ആളാണ്, ബിലവ് ഒന്നുമില്ല, എക്സ്ചേഞ്ച് ഉള്ള ഒരാളാണ്. ആള് കളിച്ച് ജയിച്ചു, ആളെ കയ്യിൽ ബിലവ് ഇല്ല. ഒരു മാർക്കറ്റിൽ അവരുടെ അപ്പലും ചോദിക്കും, സാറേ എനിക്ക് ബിലവ് ഉണ്ടോ? ഓക്കെ, അവർക്കത് മേടിക്കാം. ചിലപ്പോൾ $2 2 രൂപയോ 3 രൂപയോ 5 രൂപയ്ക്ക് മേടിച്ച് അവർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10 രൂപ കിട്ടും. ആദ്യം തന്നെ നമുക്ക് 5 രൂപയ്ക്ക് ആരും തരില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ചീപ്പ് റേറ്റ് ആണ് സാധനം. എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കാനായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്യും, സാർ എന്റെ കോയിൻ സാർ ഇത്രയ്ക്ക് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളത്. അപ്പൊ മാർക്കറ്റ് കയറുന്ന അനുസരിച്ചിട്ട് ഡിമാൻഡ് വരും.
1 മാസം 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോഴേക്കും നല്ല ഡിമാൻഡ്, കാരണം മാർക്കറ്റിൽ സാധനം ഉണ്ടാവില്ല. അപ്പൊ അത് നമുക്ക് കൂടുതൽ റേറ്റിൽ വിൽക്കാനും പറ്റും. അത് വെച്ചിട്ട് എല്ലാവരും ഇനിയിപ്പോ ലാസ്റ്റത്തെ കോയിൻ ഞാൻ വിൽക്കാന്ന് വെയിറ്റ് ചെയ്യണ്ട. ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞ് ഇന്നോവേഷൻ ഫാക്ടറി ലാസ്റ്റത്തെ കോയിൻ ഞാൻ എന്റെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ഘട്ടമായിട്ട് നിങ്ങളുടെ കോയിൻ 1 ലക്ഷം കോയിൻ ഉണ്ടെങ്കിൽ വില കുറഞ്ഞായാലും 10,000 കോയിൻ വിൽക്കുക. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു റേറ്റ് കുറച്ച് കൂടി കഴിഞ്ഞാൽ വീണ്ടും 10,000 കോയിൻ വിൽക്കുക. അത് കഴിഞ്ഞ് വീണ്ടും റേറ്റ് കൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അറിയാലോ. ഇപ്പൊ ഞാൻ വേറെ ആരും പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീണ്ടും അത് വിൽക്കുക. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അല്ലാതെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ആരും റെസ്പോൺസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇനി ചില ആൾ വിചാരിക്കും, സാർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ എടുക്കില്ല എന്നുള്ളത്. അതിന്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ നമ്മുടെ ലിയോ ഭാസ്കർ സാർ എന്ന് പറഞ്ഞിട്ടുള്ള സാറ്, നിങ്ങളാളുടെ മീറ്റിംഗ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ്. ഞാനത് ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടില്ല. അപ്പോ ഇതിന്റെ പൊട്ടൻഷ്യല് നിങ്ങൾക്ക് മനസ്സിലാവും. സാറേ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഈ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാൻ മനസ്സിലാക്കുക. ഓക്കെ, ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിവിടെ കാണിച്ചിട്ടുള്ളത് കാണുന്നില്ലേ? ഓക്കെ, ഇത് ഒരു ചാർട്ടാണ്. ഈ ചാർട്ടില് നമുക്ക് ഓരോ ദിവസം ജസ്റ്റ് 1000 പേര് കളിക്കാൻ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മീറ്റിങ്ങിൽ 1000 പേര് ഡെയിലി ഹിന്ദി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വെറും 1000 പേര് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഒരു 5 മിനിറ്റിൽ കളി തീരുകയാണ്. 5 മിനിറ്റ്, 4 മിനിറ്റാണ് കളിയുള്ളത്. ബാക്കി പിന്നെ ഒരു മിനിറ്റ് ഇത് ഇടാനും മറ്റ് ടോപ്പപ്പ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ്. ജസ്റ്റ് 4 മിനിറ്റ്സിന്റെ കളിയാണ്. മനസ്സിലായില്ലേ? പിന്നെ പല ആളുകൾ ഡൗട്ട് ഉണ്ടാവും, സാറേ 4000 5000 18,000 20,000 ഒക്കെ സ്കോർ കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ കളിക്കാൻ പറ്റില്ല, കാരണം അത്ര സമയമില്ല. 4 മിനിറ്റിൽ എങ്ങനെയാ ഒരു അടി അടിക്കണമെങ്കിൽ നമുക്ക് അറിയാലോ അവിടെ കാണിക്കുന്നത്. മനസ്സിലല്ലേ? അപ്പൊ അതൊക്കെ AI ജനറേറ്റ് ആയതാണ്. പിന്നെ വെച്ചാല് നമുക്ക് പ്രാക്ടീസ് സെക്ഷനിൽ അവിടെ ടൈമറോ കാര്യങ്ങളൊന്നും ഇല്ല, എത്ര വേണമെങ്കിലും അടിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എങ്ങനെയാണ് അത് ഏത് ഫുട്ബോൾ ആയാലും അത് അങ്ങനെ സംഭവിക്കില്ല. 22,000 പോയിന്റ് അടിക്കണ വരെ നമുക്ക് അടിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതെന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് മനസ്സിലാവുന്നത് വളരെ കുറച്ച് സമയം, 4 മിനിറ്റിൽ ഇത്ര ഒരു 5 10 15 കിക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള സ്കോറും അതിനുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതെന്ന് വെച്ചാല് ഒരു 1000 പേര് കളിക്കുകയാണ്. 1000 പേര് കളിക്കുകയാണ്. വെറും ഇതാണ് 0.5 വെച്ചിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ 0.5 വെച്ചിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 വെറും ഒറ്റ കളി 5 മിനിറ്റിന്റെ ഒരൊറ്റ കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ദിവസം ഒരൊറ്റ കളി, ഞാൻ പറയണത് മൾട്ടിപ്പിൾ കളിയല്ല, ഒരു ദിവസം 1000 പേര് വെറും ഒരൊറ്റ കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം 3,75,000 ബിലവ് മാർക്കറ്റിൽ നിന്ന് കമ്പനിയിലേക്ക് പോവും. അത് ബേണായി പോവും. 3,75,000 വെറും 5 മിനിറ്റിന്റെ ഒരൊറ്റ കളി 1000 പേര്. അത് കഴിഞ്ഞു, പിന്നെ ആരും കളിക്കണില്ല. ആ ഒരു സിനാരിയയില് ഇവിടെ ഒരു മാസം 11,25,000 കോയിൻ, ഒരു മാസം 11 ലക്ഷം കോയിൻ ബേണായി പോകും. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ ഒരു സിനാരിയോ? ജസ്റ്റ് 5 മിനിറ്റ്സിന്റെ ഗെയിം 1000 പേര് മാത്രം കളിക്കുന്നു, ഒരൊറ്റ കളി കളിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത സിനാരിയോ എന്താണ്? 1 അവർ കളിക്കുന്നു. കണ്ടില്ലേ? 1 അവർ ബിലോ എൻ കാഷ്. ഈ 1000 പേര് 1 അവർ കളിക്കുക. 1 അവർ എന്ന് വെച്ചാൽ നമുക്കറിയാം $1 ഉണ്ടെങ്കിൽ ഞാൻ അന്ന് മുന്നേ പറഞ്ഞു 50 മിനിറ്റ് കളിക്കാൻ പറ്റും അല്ലെ? 50 മിനിറ്റ് എന്ന് വെച്ചാല് 10 ഗെയിം കളിക്കാൻ പറ്റും.
അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 22 ലക്ഷം എത്രയാണ് 2,25,000 2,25,000 ബീലോ കോയിൻ മാർക്കറ്റിൽ നിന്ന് കമ്പനിയുടെ വാലറ്റിലേക്ക് പോകും. അത് അവിടെ ബാൻ ആയി പോകും. അല്ലെ, കമ്പനിയുടെ വാലറ്റിലേക്ക് പോയാലാണല്ലോ നമുക്കിവിടെ ഷോർട്ട് ആവുക. മനസ്സിലായില്ലേ? ആ ഒരു സിനാരിയോയിൽ പോകുമ്പോൾ എന്താണ്, ഒരു മാസം ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ എത്രയും 67,50,000 67,000 സോറി 67,50,000 അല്ലെ, ഏകദേശം 6.76 മില്യൺ കോയിൻസ് മാർക്കറ്റിൽ നിന്ന് പോവും ഒരൊറ്റ മാസം. വെറും 1000 പേര് കളിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു, വെറും 1 അവർ. ഇനി ഇവിടെ വേറെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? 12 hours, 12 മണിക്കൂർ കളിക്കുകയാണ്. ഇത് 24 മണിക്കൂർ കളിക്കാൻ പറ്റും, പക്ഷെ 24 മണിക്കൂർ ഒരാൾക്ക് കളിക്കാൻ പറ്റില്ല. മാക്സ് ടു മാക്സിമം ഒരു 15 മണിക്കൂർ 18 മണിക്കൂറാണ് കളിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അത്ര ടയർഡാവും, മൊബൈൽ നോക്കിയിരിക്കാനായിട്ട് പറ്റൂല. അങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, കണ്ണിനും നല്ലതല്ല. ഓക്കെ, നമ്മുടെ ഹെൽത്തിനും മെന്റൽ സ്റ്റെബിലിറ്റിക്ക് അതിനൊന്നും നല്ലതല്ല. ഓക്കെ, അപ്പോ പക്ഷെ ചില ആളുകൾ ഉണ്ടാവും കളിക്കുക. അങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1000 പേര് എന്ന് പറഞ്ഞാൽ ഈ 1000 പേര് തന്നെ വേണ്ടല്ലോ. സിസ്റ്റത്തിൽ 1000 പേര് കളിക്കുക എന്നതാണ് ഈ കണക്ക് അറിയുന്നത്. ഓക്കെ, 1000 പേര് കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം 12 മണിക്കൂർ കളിക്കുകയാണ് 1000 പേര്, വെറും 1000 പേര്. അപ്പോ 27 ലക്ഷം കോയിൻ ഒരു ദിവസം മാർക്കറ്റിൽ നിന്ന് കമ്പനിയുടെ വാലറ്റിലേക്ക് പോകും. ഒരു മാസം എത്രയാണ്? ഒരു മാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം, കോടി. 8 കോടി ബീലോ മാർക്കറ്റിൽ നിന്ന് വാനിഷ് ആവും. ഇതൊരു സിനാരിയോ നമ്മൾ പറഞ്ഞത് വെറും 1000 പേര് വെച്ചിട്ടാണ്. 1000 പേര്. സോ ഡെഫിനറ്റ്ലി നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. മാത്രമല്ല, ഇതിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ പൂളാണ്. ഡിഫറെന്റ് പൂളുകളുണ്ട്. 0.1ന്റെ പൂളുണ്ട്, 2ന്റെ പൂളുണ്ട്, 3യുടെ പൂളുണ്ട്, 4ന്റെ പൂളുണ്ട്, $0.50 പൂളുണ്ട്, $1 പൂളുണ്ട്. ഇതിൽ വരുന്ന ആളുകൾ എന്താ ചെയ്യുക? വലിയ പൂളിലേക്ക്. ഒരു വ്യക്തിക്ക് കളിച്ചു $2,000 കിട്ടി, പിന്നെ ആള് 0.1 കളിക്കില്ല, അല്ലെ? ഒരു 0.1 ഇട്ട് കളിച്ച് അവർക്ക് 2,000 അല്ലെങ്കിൽ $500 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വലിയ പൂളിലേക്ക് പോകും, $10 പൂളിലേക്ക് പോകും. കാരണം അവിടെ വിന്നിങ് പ്രൈസ് കൂടുതലായിരിക്കും. 10 കളിച്ച് അവർ ജയിച്ചു കഴിഞ്ഞാൽ അവര് 50ലേക്ക് പോകും, 100ലേക്ക് പോകും, $1,000 പൂളുണ്ടാവും. അപ്പോൾ ഈ ഒരു സിനാരിയോയില് ഇത് കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 1, 2, 3 മാസം, മാക്സ് ടു മാക്സിമം ഒരു 6 മാസം കൊണ്ട് ബീലവ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അത് കളിക്കുന്നവർക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാനും പറ്റും. ഇനി ഷോർട്ടേജ് ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബീലവ് മറ്റുള്ളവർക്ക് കൊടുത്ത് ക്യാഷ് ആക്കാം. ഇവിടെ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാം, ₹1 പോലും വിറ്റ് കഴിഞ്ഞാൽ ലാഭമാണ്. കാരണം നമ്മൾ പല റേറ്റിൽ മേടിച്ചതാണ്. 40 പൈസക്ക്, 50 പൈസക്ക്, 30 പൈസക്ക് മേടിച്ച കുറേ പേരുണ്ട്. ഇപ്പോഴും എനിക്ക് കോൺഫിഡൻറ്റോട് പറയാം, ഞാൻ ഒരൊറ്റ പേർക്ക് പോലും ₹1 മേലെ ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ത്രൂ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ₹1 താഴെ. കാരണം കമ്പനി IPO നടത്തിയത് ₹1 അതിന് താഴെയാണ് നമ്മൾ കൊടുത്തത്. അതിപ്പം പബ്ലിക്കിൽ പറയാൻ പറ്റുന്നത് അത് ചെയ്യാത്തതുകൊണ്ടാണ്. ചില ആളുകൾ കമ്പനി ₹1 കൊടുത്ത് അത് ₹3, ₹5 മേടിച്ചിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായി? സോ എനിവേ, ഇത് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരം ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിലോ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ സിസ്റ്റം റൺ ചെയ്യുകയാണെങ്കിൽ, ഈ ഗെയിം റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോ ഈ ക്രിക്കറ്റിന്റെ മാത്രമാണ്, അല്ല ഫുട്ബോളിന്റെ ഗെയിം മാത്രമാണ് ഉള്ളത്. ഇതേപോലെ പബ്ജി വരാനായിട്ട് പോകുന്നുണ്ട് ഇതിൽ. അല്ല, ലൂഡോ ഗെയിം ഇതിൽ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റ് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് ഇതിൽ വരാനായിട്ട് പോകുന്നുണ്ട്. മനസ്സിലല്ലേ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ ബിലോ കോയിൻ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യുന്നു. അപ്പുറത്ത് കമ്പനിക്ക് എന്താ ഗുണം?
കമ്പനിക്ക് ഗുണം എന്ന് വെച്ചാൽ ഈ ഓരോ ഗെയിം കളിക്കണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പുതിയ കോയിൻ വാങ്ങണം. അവിടെ അതിന്റെ ലിക്വിഡിറ്റി അടിച്ചു കയറും. മർസാറ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത് വലിയ പ്രൈസ്, ഞാൻ പ്രൈസ് പറയുന്നില്ല, പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പുതിയ കോയിൻ മേടിച്ചു വെക്കും. മനസ്സിലായില്ലേ? അത് വലിയ രീതിയിൽ അത് കോമൺ സെൻസ് ആണ്. ഇത്ര പൈസ എനിക്ക് വരുന്ന സമയത്ത്, ഇത്ര ബൈങ് വരുന്ന സമയത്ത് ആ കോയിന്റെ റേറ്റ് എന്താവുന്നത് നിങ്ങൾ തന്നെ, വരാൻ പോകുന്ന പുതിയ കോയിന്റെ റേറ്റ് എന്താവുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു അവസരമുണ്ട്. ഒരു നിർബന്ധമില്ല ഗെയിം കളിക്കണം എന്നുള്ളത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്വന്തം തീരുമാനം നിങ്ങൾക്ക് നോക്കാം. ഞാൻ പറയണത് ആദ്യം വാച്ച് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുന്നത്. കളിക്കുന്ന ഇപ്പൊ നമ്മുടെ ടീമിലുള്ള ആളുകൾ തന്നെ കളിക്കുന്നവരുണ്ടാവും. അവരുടെ എന്താ സപ്പോർട്ട് നമ്മൾ മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ കളിച്ചിന്റെ റിസൾട്ട് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കളിക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്, അത് നോക്കുക. നമ്മൾ എടുത്തു പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെല്ലെ മെല്ലെ നമ്മൾ നോക്കി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോ നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ തീരെ കളിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം, നിങ്ങൾ കളിക്കണ്ട, നിങ്ങളുടെ ടീം കളിപ്പിക്കണ്ട. എന്തായാലും ഓപ്പൺ മാർക്കറ്റിൽ ഇതിന്റെ ഡിമാൻഡ് ഡെഫിനറ്റ്ലി വരും. ഇത്ര കാലം നമ്മൾ വെയിറ്റ് ചെയ്തു, കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ പറയുന്ന 1 രൂപയോ 2 രൂപയോ 4 രൂപയോ 5 രൂപയ്ക്കോ നമുക്ക് വിൽക്കാം. കാരണം 5 രൂപയ്ക്ക് വാങ്ങാൻ ആൾ എന്തായാലും ഉണ്ടാവും. കാരണം അവർക്ക് അവിടെ കമ്പനി 10 രൂപയ്ക്കാണ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു മീറ്റിംഗ് എടുക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, കമ്പനി ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 ലക്ഷം പേര് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ 1 ലക്ഷം പേര് ഇവിടെ ഈ ക്രാക്ക് ഗെയിമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ പുതിയ കോയിന്റെ റേറ്റ്, അതിന്റെ എന്താണ് 20% പ്രൈസിൽ കമ്പനി നമ്മുടെ കയ്യിലുള്ള ബിലവ്, ഇനി കളിക്കാത്ത ആളുകളുടെ ബിലവ് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് അവസരം തരും, സ്വൈപ്പ് ചെയ്യാനുള്ള അവസരം തരും എന്ന് പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും പറയാം, 1 ലക്ഷം പേര് നമ്മുടെ ക്രാക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ, 1 ലക്ഷം പേര് 1 മാസത്തിന്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണോ പുതിയ കോയിന്റെ റേറ്റ്, പുതിയ കോയിന്റെ റേറ്റ് $5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപയ്ക്ക് നമുക്ക് 0.5-ന് നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള അവസരം കമ്പനി അവിടെ തരും. എന്നുവെച്ചാൽ കമ്പനി ബൈബാക്ക് ചെയ്യുന്ന പറഞ്ഞത്. അതൊരു കമ്മ്യൂണിറ്റി ഡ്രൈവൻ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. രജിസ്റ്റർ ചെയ്യാൻ 1 രൂപ വേണ്ട, 1 രൂപ വേണ്ട. ആ ലിങ്ക് തരും, നിങ്ങളുടെ അപ്ലൈൻ ലിങ്ക് തരും. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓൺ ചെയ്തവരുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓണിന്റെ ഇമെയിൽ ID കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ അപ്ലൈൻ അവർ വിളിക്കുക. ഇവിടെ വെച്ചാൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ദയവ് ചെയ്ത് ഞങ്ങൾ വിളിക്കേണ്ട. നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ അപ്ലൈ ആവാൻ നമുക്ക് ആ ഗുണം വേണ്ട നമുക്ക്. കാരണം നിങ്ങൾ ആരാണോ ഇതിൽ ചേർത്തിട്ടുള്ളത് അവരെ വിളിക്കും, അവർക്കും കിട്ടട്ടെ. അവരുടെ കയ്യിലും കോയിൻ ഉണ്ടാവും. കാര്യം അവർ പല പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. ഓക്കെ, പക്ഷെ ദയവ് ചെയ്ത് അവർ വിളിക്കും. എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഇതുണ്ട്, നിങ്ങളുടെ അപ്ലൈനെ കോൺടാക്ട് ചെയ്യാൻ പറയും. അവരോട് പറയാം അവരുടെ അപ്ലൈനെ കോൺടാക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അവർക്കും അതിന്റെ ഗുണം കിട്ടട്ടെ, അതുകൊണ്ടാ പറയും. ഓക്കെ, അപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അത് സക്സസ് ആയി നടത്താനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ഉമ്മർ സാറിന് എന്താ പറയാ, നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതില് എന്തെങ്കിലും സംശയം ചോദിക്കട്ടെ? സംശയം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. എല്ലാവർക്കും ചാൻസ് ഉണ്ട് ചോദിക്കാം. ഇനിയിപ്പോ എക്സ്ചേഞ്ച് കൊണ്ട് കാര്യം ഇവിടെ ഒന്ന് ചോദിക്കരുത്. ബീലാവിനെ കുറിച്ചിട്ടോ ക്രാക്കിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്രാക്ക് കളിച്ചു, അത് എനിക്കിപ്പോ $600 അല്ല 600 ഗെയിം കിട്ടിയെന്ന് വിചാരിക്കുക. അത് ക്യാഷ് ഔട്ട് കൈയോടെ കിട്ടും, എങ്ങനെയാ ഒന്ന് പറഞ്ഞോളൂ. കിട്ടും, ഡോളർ അപ്പൊ തന്നെ കിട്ടും, കൈയോടെ കിട്ടും. ഡോളർ അപ്പൊ തന്നെ കിട്ടും. മറ്റേ ബിലവ് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റിയ
നെക്സ്റ്റ് ഡേയുടെ റേറ്റിൽ അതല്ലേ സതീഷ്, അത് സതീഷ് സാർ ഒന്ന് സാർ സാർ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് ഒന്ന് സാർ പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ അത് കിട്ടും ബിലോവിന്റെ. അപ്പൊ തന്നെ അവർ പ്രൊവിഷൻ കൊടുക്കുക ആ ബിലോ അവിടെ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ USDT കിട്ടുന്ന 24 മണിക്കൂറാണെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഒന്നത്. രണ്ടാമത്തേത്, ഇപ്പോ $1000 ആണ് പൂളെങ്കിൽ $1000 ഫസ്റ്റ് കിട്ടിയ ആൾക്ക് 250 പോകും, അടുത്ത രണ്ടുപേർക്കും കൂടെ 250 പോകും, സെക്കൻഡ് തേർഡ്. ബാക്കിയുള്ളത് ആൾമോസ്റ്റ് ഒരു 40% ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 40%. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഒന്നും വ്യക്തമായിട്ട് പറയോ? ഒന്നുകൂടെ പറയാം സാർ. ഇപ്പൊ $1000 പൂളാണെന്ന് ഹലോ, വിചാരിച്ചോളൂ. പറഞ്ഞോളൂ സാർ. $1000 പൂളാണെന്ന് വിചാരിച്ചോളൂ. $1000. അപ്പൊ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് $250 പോകും. കമ്പനി $250, 25% കമ്പനി എടുക്കും. കമ്പനി എടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പൊ 25 കമ്പനി, 25% ഇവിടെ, ബാക്കി 500. ആ 500ൽ 100ഉം 150ഉം ആണെന്നാ എനിക്ക് തോന്നുന്നത്. ബാക്കി സെക്കൻഡിനും തേർഡിനും കൊടുത്തിട്ട് ബാക്കിയുള്ള 250 ആൾമോസ്റ്റ് 40% ആൾക്കാർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് $2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 10 കിട്ടാം, എങ്ങനെയാണെങ്കിലും ആ റേഷ്യോക്ക് അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പറഞ്ഞത് 1000ൽ 500 കിട്ടിയ ആൾക്ക് $500 ഉടനെ, 250 കിട്ടിയ ആൾക്ക് $250 ഉടനെ കിട്ടും. ബാക്കി $125 BLV 10 സെന്റ് വെച്ച് ആ $125 നമ്മുടെ പഴയ BLV, നമ്മുടെ കയ്യിലുള്ള BLV കമ്പനിക്ക് കൊടുത്താൽ 24 മണിക്കൂറിനകം അത് തരും. അതാണ് കണക്ക്. ക്ലിയർ ആയോ ആനന്ദ സർ? ഓക്കെ. ഇനി ഇതില് നമുക്ക് ഞാൻ ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യാൻ പറയുന്ന കാര്യമാണ് ചെയ്യണത്. അത് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു മിനിറ്റ്. ആനന്ദ് സാറെ, പോയിന്റ് കിട്ടിയ ആ പോയിന്റിനനുസരിച്ചുള്ള ഡോളർ അല്ല കിട്ടാട്ടാ. പോയിന്റ് ഇപ്പൊ 600 എടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് $600 കിട്ടൂല. അങ്ങനെയല്ല, അത് തെറ്റ് തിരുത്താ. പോയിന്റ് കമ്പനി റാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് തരിക. അതായത് ഒരാള് 5 മിനിറ്റ് ആണ് കളി. 5 മിനിറ്റിനുള്ളിൽ ഒരാള് 5000, 5200, 5300 പോയിന്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടാം. അങ്ങനെയാണ്. 600 പോയിന്റ് ഒന്നും ടോട്ടൽ പൂളിന്റെ 25% അയാൾക്ക് പോകും, 25% കമ്പനി. പിന്നെ ആർക്കെല്ലാം എത്രയെല്ലാം സ്കോർ കിട്ടിയിരിക്കുന്നു ആ റേഷ്യോയ്ക്ക് അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, കണ്ടിന്യൂ രൂപേഷ് സാർ. ഓക്കെ. അപ്പോ ഇവിടെ വേറൊരു കാര്യം, ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി. കാരണം നമ്മൾ ഓൾറെഡി, എന്നെ സംബന്ധിച്ചോളം, എൻ്റെ ഒരു കാര്യം ഞാൻ പറയണത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി ബിലോവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയധികം കാലം വെയിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കളിച്ചു നോക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഡെയിലി $1 എന്താണ്, ഒരു 10 ഗെയിം കളിക്കുക. 10 ഗെയിം. ഓക്കെ. അപ്പോൾ ഒരു 25 ഗെയിം മോർണിംഗിൽ, 25 മിനിറ്റ് മോർണിംഗിൽ, 25 മിനിറ്റ് നൈറ്റിൽ. അത് വേണമെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് കളിക്കാം. ഒറ്റ ഇരിപ്പിൽ വേണമെങ്കിൽ കളിച്ച് തീർക്കാം. $1 കളിക്കുക. ഒരു മാസം $30 നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ഓക്കെ. അതും അത്രയും വരില്ല. കാരണം എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഒരു $10 കോയിൻ മേടിച്ചു, അതായത് $30 മേടിച്ചു, അല്ലെങ്കിൽ $10 മേടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡെയിലി ഒരു കോയിൻ എടുത്തിട്ട് $1 വാല്യൂ 0.1 എടുത്തിട്ടാണ് അത് കളിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇതിന്റെ കോയിന്റെ റേറ്റ് അപ്പുറത്ത് കയറി പോയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈവൻ ഒരു മാസത്തിൽ നമുക്ക് $30 പോലും വേണ്ടി വരില്ല. ഏകദേശം ഒരു $20 വേണ്ടി വരികയുള്ളൂ. കാരണം അപ്പുറത്ത് പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടായിരിക്കും കോയിന്റെ. ഓക്കെ. കോയിന്റെ പ്രൈസ് എന്തായാലും നമുക്കിവിടെ ഡോളർ വാല്യൂല് 0.1 എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കളിക്കാനായിട്ട് കൊടുക്കുന്നത്. മാസം $30 എന്ന് വെച്ചാൽ 3000 രൂപ. 300 കളി നമുക്ക് കളിക്കാൻ പറ്റും. സോ 300 കളി കളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 1% ആണെങ്കിലും നമുക്ക് 3 കളി ജയിക്കാനായിട്ട് പറ്റും. ഓക്കെ.
അപ്പൊ അതില് നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനും പറ്റും, ബിലവ് ക്യാഷ് ഔട്ട് ചെയ്യാനും പറ്റും. ബൈ ലെക്ക് നമുക്ക് പറയാൻ പറ്റൂല. ഇതില് ടാലന്റ് അങ്ങനെയുള്ള സംഭവമില്ല. ഇത് കളിച്ച് ടാലന്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഇന്നലത്തെ മീറ്റിംഗിൽ കമ്പനി പറഞ്ഞ വേറൊരു കാര്യം, ഇനി തീരെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളാന്ന് വിചാരിക്കുക, ഒരു മാസം കളിച്ചു തീരെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവല്ലോ, എന്നുവെച്ചാൽ ABCD കാറ്റഗറി ഉണ്ടാവും അല്ലെ. എ കാറ്റഗറി എന്താണ് ലോ ആണ്, ബി കാറ്റഗറി അവരെയും കാട്ടിയും കുറച്ചും കൂടി ഹൈ ഉള്ള നന്നായി കളിക്കുന്നവരാണ്, സി കാറ്റഗറിയിൽ കുറച്ചും കൂടി നന്നായി കളിക്കുന്നവർ, ഡി കാറ്റഗറിയിൽ കുറച്ചും കൂടി നന്നായി കളിക്കുന്നവരാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ലീസ്റ്റ് സ്കോർ എടുക്കുന്ന ആളുകളെ കമ്പനിയുടെ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് വേറൊരു പൂൾ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അവർ മാത്രം തീരെ കളിക്കാൻ അറിയാത്ത ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അത് കമ്പനിക്ക് ഡാറ്റ അറിയാലോ, തീരെ കളിച്ച് തോറ്റ ആളുകളെ അവരെ മാത്രം ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവരുടെ ഇടയിൽ കളിക്കുക. അപ്പൊ വിന്നിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. മനസ്സിലായി? ഇവിടെ കളിക്കുന്ന വ്യക്തികളുടെ ഗുണം എന്താണ്? അവർക്ക് ഡോളർ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നു, അവർക്ക് വീണ്ടും മാർക്കറ്റിൽ നിന്ന് കോയിൻ മേടിക്കാം, ജയിക്കുന്നതനുസരിച്ചിട്ട് കോയിൻ മേടിക്കാം, പ്രാക്ടീസിനനുസരിച്ചിട്ട് കൂടുതൽ വലിയ ഫ്ലോട്ടിലേക്ക് പോവാം. അവരുടെ കയ്യിൽ 1 ലക്ഷം കോയിൻ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കോയിൻ ക്യാഷ് ഔട്ട് ചെയ്യാം, വീണ്ടും മാർക്കറ്റിൽ നിന്ന് മേടിക്കാം, വീണ്ടും ഗെയിം കളിക്കാം. മനസ്സിലായില്ലേ? ഇതാണ് കളിക്കുന്ന ആളുകളുടെ ഗുണം. കളിക്കാത്ത ആളുടെ ഗുണം നോ പ്രോബ്ലം, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, വിൽക്കുക, ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കോയിൻ ഇതാക്കുക, സപ്പോർട്ട് ചെയ്യുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇത് സക്സസ് ആവാനായിട്ട്. ഓക്കെ, ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെയും കോയിന് വിൽക്കണം അല്ലെ. ഇനി അത് എന്താ ബീലാവ്, അയ്യോ ഇനി അത് ഗെയിം ഫുട്ബോൾ കളി അത് ഇതെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ വരണ ആളും ഉണ്ടാവില്ല, ചെയ്യുന്ന ആരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ കോയിൻ ഇതേപോലെ അടുത്ത 2 പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് കളിക്കുന്നവർ കളിക്കട്ടെ. നിങ്ങൾ വരിക, മീറ്റിങ്ങിൽ നോക്കുക, പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുക, എന്നിട്ട് അത് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പ്രാർത്ഥിക്കുക ഈ ഒരു പ്രോജക്റ്റ് നന്നായി നടത്താനും. ഉമ്മർ സാറിന് ഇത് അടുത്തൊരു 2 മാസം കഴിഞ്ഞിട്ട് ആള് പൈസ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് പൂട്ടും, നിർത്തും, അതുമുണ്ട്. അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഹിന്ദി മീറ്റിങ്ങിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരാളെ വാക്കോ ആള് കേൾക്കൂല. മനസ്സിലായില്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ലീഡർമാരും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, അപ്പൊ നമ്മളും നിങ്ങളെ പോലെ തന്നെയാണ്. അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് ചേർത്തിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ബാക്കി നിങ്ങളുടെ സ്വന്തം യുക്തിയിൽ ചെയ്യാം. ഗെയിം കളിക്കണത് നിങ്ങളുടെ സ്വന്തം ഇതായിരിക്കണം, എന്താ പറയുക, സ്വന്തം റിസ്കിലായിരിക്കണം. ഇവിടെ കുട്ടികൾ കളിക്കുന്നവരുണ്ട്, പക്ഷെ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, ചില സാറുമാർ അവരുടെ മക്കൾ കൊടുക്കുന്നുണ്ട്, അവർ നന്നായി കളിക്കുന്നത് പറയുന്നുണ്ട്. അത് അവരുടെ IQ ഇത്തിരി ഫാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അവർ കളിക്കും. അപ്പോൾ അത് കളിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയണത് എന്താണ്, കൂടുതൽ കളിപ്പിക്കരുത്. കാരണം അവരുടെ പഠിത്തം മറ്റുള്ള കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യും. അത് ചെയ്യാതിരിക്കുക. ഓക്കെ, പറ്റുന്നവർ കളിക്കുക. പിന്നെ വെച്ചാൽ നല്ല മൊബൈൽ ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് വലിയ മൊബൈൽ ഇല്ലെങ്കിലും നല്ല മൊബൈൽ ഇല്ലെങ്കിലും വലിയ ഒരു സ്മാർട്ട് ഫോൺ ആണ് നല്ലത്. നിങ്ങൾ എന്താണ് ഒരു സ്ക്രീൻ കാർഡ് മേടിച്ചിരിക്കുക. നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു സ്ക്രീൻ കാർഡ് മേടിക്കുക. അതിന് ഒരു 50 രൂപ 100 കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും. എന്താണ് ടെമ്പർ കാർഡ്, അത് അതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ മൊബൈൽ എടുക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടുമല്ലോ. അതുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാം. പിന്നെ ചിലവർ മൊബൈലിന്റെ സ്ക്രീനൊക്കെ പൊട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ക്രീൻ കാർഡ് അവിടെ സൈഡിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും, സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കളിക്കാൻ പറ്റൂല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം വേറെ, പോണത് വേറെ. ഓക്കെ, പിന്നെ വളരെ കറൗഡ് ആയിട്ടുള്ള ഏരിയയിൽ അങ്ങനെ പല കാര്യത്തിന്റെ ഇടയിൽ വേറെ ഫോണും വരുന്നുണ്ട്, അതിന്റെ ഇടയിൽ അങ്ങനെയും കളിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് മൾട്ടി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ലൂസ്. ഓക്കെ, ഇതൊക്കെ മുൻകൂട്ടി പറയാണ്, ഒരു നിർബന്ധമില്ല കളിക്കാൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ഡെഫിനറ്റ്ലി രജിസ്റ്റർ എല്ലാവരും ചെയ്യണം. എക്സ്ചേഞ്ച് വന്നുള്ളവർ എക്സ്ചേഞ്ച് ഇമെയിൽ ID വെച്ച് ചെയ്യുക. അല്ലാത്തവര് നിങ്ങളുടെ അപ്ലൈൻ്റെ ലിങ്ക് മേടിച്ചിട്ട് ചെയ്യുക. ഇനി ചില ആളുകൾ ഹിന്ദിക്കാരുടെ ലിങ്ക് മേടിച്ചിട്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ മീറ്റിങ്ങിൽ കൊണ്ടുവരില്ല. നമ്മുടെ മീറ്റിങ്ങിൽ നമ്മുടെ ആളുകളെ മാത്രം പങ്കെടുപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇന്ന് ചില ആളുകൾ ചേരണതും അത് ഇതൊക്കെ വേറെ ആൾക്കാരുടെ ടീമിലായിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വേണ്ട. ഓക്കെ, നമ്മുടെ ടീമിലുള്ള ആളുകൾ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ ബിലോ കോയിൻ സെല്ലായിട്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ലേഡീസ് കാര്യങ്ങളുണ്ട്, അപ്പോൾ അവിടെ കളിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പം നിങ്ങളുടെ ടീമിൽ തന്നെ ഒരു കുറച്ച് പൈസ കൂട്ടിയിട്ടായാലും കുറഞ്ഞിട്ടായാലും വട്ടവർ നിങ്ങളുടെ ടീമിൽ തന്നെ, നമ്മുടെ ടീമിൽ തന്നെ ഇത് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതോട് പരിപാടി കഴിഞ്ഞു, ബിലോവിന്റെ പരിപാടി കഴിഞ്ഞു. നമ്മളും അതാണ് വേണ്ടത്. ഈ ബിലോവിന്റെ ഇത് ഗെയിം കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു. അത് തന്നെ എക്സ്ചേഞ്ചിന്റെ വിഡ്രോവൽ, ഈ സംഭവം കഴിഞ്ഞാൽ നമ്മൾ പിടുത്തം വിട്ടു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക, ചെയ്യാം. ഓക്കെ അബ്ദുൾ, രജിസ്ട്രേഷൻ യെസ്. ചെയ്യേണ്ട കാര്യം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ മെറ്റാമാസ്കോ, ട്രസ്റ്റ് വാലറ്റോ, ടോക്കൺ പോക്കറ്റോ അതിലേതെങ്കിലും ഒന്നാണ് വേണ്ടത്. അപ്പോൾ സതീഷ് സാർ ഒന്ന് സ്ക്രീൻ ഷെയർ ഒന്ന് കാണിച്ചു തരുമോ? ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടേ. സതീഷ് സാർ, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ ആസ്ക്. ഇപ്പൊ നമുക്ക് പുറമേയുള്ള പബ്ലിക്കിന് നമുക്ക് ഈ രജിസ്ട്രേഷൻ കൊടുത്തൂടെ? അല്ല, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇല്ല, സ്റ്റാർട്ട് ആയിട്ടില്ല. സ്റ്റാർട്ട് ആവുമ്പോ കൊടുത്തൂടെ? കൊടുക്കുമ്പോ ലിങ്ക് വരും. ഇപ്പൊ അറിയാൻ സാധിച്ചുള്ളത് നാളെയോ മറ്റന്നാളാണ് ഇത് സ്റ്റാർട്ട് ആവും. ഇന്ന് 8 മണിക്ക് സ്റ്റാർട്ട് ആവും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതില് കുറച്ചും കൂടി വർക്കുകൾ ഉണ്ട്. കാരണം ഇന്നലെ അതില് മന്ത്ലി ബേസ് ഡാറ്റ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് സജഷൻ എടുത്തിരുന്നു. പിന്നെ പേര് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നലത്തെ മീറ്റിംഗിൽ സജഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സ്മൂത്ത് അല്ല, അതിന്റെ വർക്ക് ബാക്ക് എൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെർവറിൽ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാള് സ്റ്റാർട്ട് ആവുമെന്നാണ് വിജയ് സാറ് ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ റെഫർ ചെയ്തവർക്ക് അതിന്റെ ഗുണം ഞാൻ അതുകൊണ്ട് പറയാം. ആരെങ്കിലും കളിച്ചു അവർ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ 10 ലെവലിൽ 2.5% നിങ്ങൾക്ക് കിട്ടും വിന്നിങ് പ്രൈസിന്റെ. അതേപോലെ തന്നെ അവർ ഈ കോയിൻ മേടിക്കുന്നുണ്ടല്ലോ, പുതിയ കോയിൻ, അതിന്റെയും 2.5% കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഗുണമുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ കളിക്കാതിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ പഴയ ആളുകളുണ്ടെങ്കിൽ, ബിലോവിന്റെ ആളുകളുണ്ടെങ്കിൽ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടുക. ഇന്നോ നാളെയോ അടുത്ത മാസം അടുത്ത മാസം അവർക്ക് തോന്നുകയാണ് ഒന്ന് കളിച്ചു നോക്കാൻ തോന്നുമ്പോൾ അവർ കോയിൻ മേടിച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് 2.5% കിട്ടും. ഇനി വേണ്ട, അവർ കളിച്ച് ചിലപ്പോൾ ഒരു $5,000 കിട്ടി, അല്ലെങ്കിൽ ഒരു $20,000 കിട്ടി, അതിന്റെ 2.5% നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതും റെഫറൽ ഇൻകം ആയിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ജസ്റ്റ് കളിക്കാൻ $1 വയ്ക്കുന്നു, കളിക്കുന്നു, വിൻ ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ചോദിക്കുക. അവർക്ക് താല്പര്യമുണ്ട്. ചില ആളുകൾ ഗെയിം എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടവരുണ്ട്. അപ്പൊ അവരോട് ചെയ്യാതിരിക്കാന്ന് പറയാം, നോ പ്രോബ്ലം. വീലോ ഹോൾഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ആ സമയത്ത് ക്യാഷ് ഔട്ട് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ചെയ്യുന്നവര് ചെയ്യട്ടെ. ഓക്കെ, എന്തായാലും എന്റെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് സജസ്റ്റ് ഉണ്ടെങ്കിൽ സതീഷ് സർ, ഷെയർ ചെയ്യാം. സതീഷ് സർ, അബ്ദുൽ നാസർ സാർ പറഞ്ഞോളൂ. സാർ അത് പറയാം. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കുന്നതേ, പിന്നെ നമ്മളിപ്പം 1 ലക്ഷം രജിസ്ട്രേഷൻ 1 മന്തിനുള്ളിൽ നടന്നു കഴിഞ്ഞാൽ പുതിയ ബിലോവിന്റെ 20% വെച്ചിട്ട് നമുക്ക് 20% റേഷ്യോ വെച്ചിട്ട് നമ്മളെ ബിലോ തിരിച്ചെടുക്കുന്നല്ലേ പറഞ്ഞു? 10 അല്ലെങ്കിൽ 20. 10 ആണെന്ന് എനിക്ക് തോന്നുന്നത്. സാർ അവിടുന്ന് മീറ്റിംഗിൽ പറഞ്ഞത് 10 ആണെന്ന് തോന്നുന്നു. അതെ, 10 പറഞ്ഞാൽ എത്രയാണ്? ഇപ്പൊ പുതിയ കോയിന്റെ റേറ്റ് $5 ആയെന്ന് വിചാരിക്കാം. അപ്പൊ 0.5 അതാവും. അത് അവര് കണക്ക് വെച്ചിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും അത് ഞാൻ ചോദിക്കുന്നത് അതല്ല. പിന്നെ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഈ ഗെയിം കളിച്ചിട്ട് കിട്ടുന്ന ഒരു 50% ചാൻസ് പറഞ്ഞില്ലേ, അതിന്റെ വിലയാണോ കൂടുക? അതിനല്ല, കളിക്കാതെ തന്നെ നമുക്ക് കളിക്കാത്ത ആളുകൾക്കും അത് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണോ വരിക?
1 ലക്ഷം കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു മാസത്തിന്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ പറയാം. 1 ലക്ഷം കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എന്താ വെച്ചാല് 25-ാം തീയതി ഗെയിം സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 23-ാം തീയതി ഗെയിം സ്റ്റാർട്ട് ചെയ്തു, അടുത്ത മാസം 23-ാം തീയതി 30 ഡേയ്സ് ആയി ഇല്ലേ? അതെ. അതിനുള്ളിൽ 1 ലക്ഷം ആളുകൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് കമ്പനി പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇപ്പോ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റണത് 10 രൂപയ്ക്കല്ലേ, 0.1 നമ്മുടെ ബിലോ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റണത്. അത് കണ്ടിന്യൂ ആയിട്ടുണ്ടാവും, അത് നമുക്ക് കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആ ടൈമിൽ ഏതാണോ റേറ്റ് ഉണ്ടാവുക, ഫോർ എക്സാമ്പിൾ $5 ആണ് പുതിയ കോയിന്റെ റേറ്റ്, അതിന്റെ 10% അവർക്ക് അതിന്റെ ടോക്കണമിക്സിൽ ഈ കളിക്കാത്തവർക്ക് ക്യാഷ് ഔട്ട് ആക്കാനായിട്ട് പറ്റും എന്നാണ് കമ്പനി പറയുന്നത്. അപ്പൊ ഈ പിന്നെ കൊണ്ടുപോയിട്ട് ഡംപിങ് വരൂലേ? അങ്ങനെ ആവുമെങ്കിൽ കമ്പനിക്ക് അത്രയും കൂടുതൽ എടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന് ഇത്ര പെർസെന്റേജ് എന്നുള്ള അങ്ങനെ എന്തെങ്കിലും കണക്ക് വരുന്നുണ്ടോ? ലിമിറ്റഡ് എമൗണ്ട് അല്ല. നമ്മൾ 10 ലക്ഷം വെച്ചിട്ടുള്ള 10 ലക്ഷം കൊണ്ട് കൊടുത്താൽ അവർ തരില്ല. വളരെ ലിമിറ്റഡ് എമൗണ്ട്. യെസ്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാൻ പറ്റില്ല. അത് തന്നെ സാറ് പറയുന്ന പോലെ. അല്ലാതെ ഈ പിന്നെ കളിച്ച ആൾക്ക് കിട്ടുന്ന 50%. പിന്നെ ഒരു കാര്യമുണ്ട്, അതിന്റെ കൂടെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ 1 ലക്ഷം ആളുകൾ ആയിട്ടില്ല എന്ന് വിചാരിക്കാം, 1 ലക്ഷം ആളുകൾ വന്നില്ല, ഒരു മാസത്തിന്റെ ഉള്ളിൽ 1 ലക്ഷം ആളുകൾ വന്നില്ലെങ്കിൽ പിന്നെ ഈ 0.1 എന്നുള്ളത് അടുത്ത മാസം മുതൽ 0 നമ്മുടെ എന്നുവെച്ചാല് 0.05 ആവും. 5 സെന്റ് ആവും, 5 രൂപ. മനസ്സിലായില്ലേ? കളിക്കുന്ന ആൾക്കുള്ളതാണ്. അപ്പൊ പിന്നെ കളിക്കുന്ന ആൾക്ക് തന്നെയല്ലേ ഇത് കൂടി കിട്ടുകയും ചെയ്യേണ്ടത്? അങ്ങനെ ആണെങ്കിൽ അല്ല, പുള്ളി മിക്സപ്പ് ചെയ്യുന്നു, അദ്ദേഹം മിക്സപ്പ് ചെയ്യല്ലേ. ഇപ്പൊ രൂപേഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സപ്പോസ് 1 ലക്ഷം ആളെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. 1 ലക്ഷം ആള് വരികയാണെങ്കിൽ ഈ 10 സെന്റ് എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. 1 മാസം കഴിഞ്ഞാലും 2 മാസം കഴിഞ്ഞാലും 3 മാസം കഴിഞ്ഞാലും അങ്ങനെ നിൽക്കും 10 സെന്റ്. 1 ലക്ഷം ആള് വന്നില്ലെങ്കിൽ ഒരു മാസത്തില്, അപ്പോ അടുത്ത മാസം 2ാമത്തെ മാസം ആകുമ്പോൾ ഇതിന്റെ വില നമുക്ക് 0.05 5 സെന്റ് വെച്ചേ തരുള്ളൂ. അടുത്ത മാസത്തേക്ക് 3 സെന്റ് വെച്ചേ തരുള്ളൂ. അതിനും അടുത്ത മനസ്സിലായി. 1 ലക്ഷം ആള് വന്നു കഴിഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ 0.1 അങ്ങനെ തന്നെ നിൽക്കും. അതിന്റെ പുറമെ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ ഓപ്ഷൻ വരും. 10% അങ്ങനെ നിൽക്കും. അതെ. അത് വരുന്നവർ രജിസ്റ്റർ ചെയ്യണം. അവർ കളിച്ചോ കളിച്ചില്ലേ പ്രശ്നമല്ല, രജിസ്റ്റർ ചെയ്തേക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യാൻ നമുക്കൊരു ചെലവുമില്ല, 1 രൂപയുടെ ചെലവില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്തേക്കാം. അത് നമ്മുടെ ഇൻട്രസ്റ്റിലാണ്, അല്ലേ രൂപേഷ്? അതെ, അത് കമ്പനി അത് പറയണ വെച്ചാല് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കളിച്ചു നോക്കും നമ്മള്, അതാണ് അവരുടെ കണക്ക്. അല്ല, അപ്പൊ അവിടെ വേറൊരു വിഷയം വരൂലേ സാറേ? അപ്പൊ അവിടെ വേറൊരു വിഷയം വരൂലേ? അതായത് കളിച്ച ആൾക്ക് കിട്ടുന്നത് 0.1, കളിക്കാത്ത ആൾക്ക് കിട്ടുന്നത് ഇപ്പൊ 0.05 ഒക്കെ കിട്ടൂലേ? അതല്ല, കളിച്ച ആളുകൾ അപ്പോഴേക്കും അവര് ഡബിൾ പൈസ ഉണ്ടാക്കിണ്ടാവില്ലേ സാറേ? അല്ല, അവരുടെ കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പൊ മില്യൺ കണക്കിന് കോയിൻ ഉള്ളവരല്ലേ? ഒറ്റ മാസത്തിന് ശേഷമാണല്ലോ ഈ കാര്യം. സാറിന് അങ്ങോട്ട് ഇതായില്ല, ശരിയായില്ല തോന്നുന്നു പറഞ്ഞത്. ആ 0.1 എന്ന് പറഞ്ഞാൽ സാർ ആരെക്കാണേലും ഈ ഒരു മാസത്തിൽ ഇത്രയും പേര് വന്നാലേ ആ 10 സെന്റ് നിൽക്കുള്ളൂ. 1 ലക്ഷം പേര് വന്നാൽ, 1 ലക്ഷം പേര് വന്നില്ലെങ്കിൽ അടുത്ത മാസം മുതൽ വന്നാലുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ഒരു മാസം കൊണ്ട് 1 ലക്ഷം ആള് വന്നു. ഞാനൊരു മാസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം ഞാൻ കളിക്കുകയാണ്. എനിക്കൊരു $500 എനിക്ക് റിവാർഡായിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ $250 ബിലോ എനിക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് 0.1 അല്ലേ? നേരെ പക്ഷേക്ക് അവിടെ തന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ആ സമയത്ത് ഈ പുതിയ ബിലോന്റെ പ്രൈസ് $5 ആണെങ്കിൽ 0.5 എനിക്ക് സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ശരിയല്ലേ? ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ കയ്യിലാണ്. കമ്പനിയാണ് പറഞ്ഞിരിക്കുന്നത് $5 ആകുകയാണെങ്കിൽ 10% വെച്ച് ഞാൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റി കമ്പനി വാങ്ങിക്കും, തിരിച്ചെടുക്കും. ഓക്കെ, അതിപ്പോ 2 ഓപ്ഷനും ഈ കളിക്കുന്ന ആൾക്ക് ഇല്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. ഉണ്ട്, 2 ഓപ്ഷനും ഉണ്ട്. അപ്പൊ പിന്നെ ആള് വിൽക്കാൻ നിൽക്കില്ലല്ലോ, സ്വാപ്പിനല്ലേ പോവുള്ളൂ. സാർ, നിങ്ങൾക്ക് കളിച്ചു ഉണ്ടാക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം, രണ്ടും ഉണ്ടാക്കൂ. അല്ല, കളിച്ച ആൾക്ക്
പിന്നെ ആ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും വിൽക്കാനുള്ള ഓപ്ഷനും ഉണ്ടെങ്കിൽ സ്വാപ്പ് ചെയ്യാനല്ലേ നിൽക്കുള്ളൂ. കാരണം വിറ്റാല് 0.1 കിട്ടുള്ളൂ, സ്വാപ്പ് ചെയ്താൽ ലിമിറ്റ് 0.5 കിട്ടുന്നില്ലേ? ലിമിറ്റഡ് അല്ലേ സാർ? ലിമിറ്റഡ് അല്ലേ? ലിമിറ്റഡ് അല്ലേ അതെ, ആ ഓപ്ഷൻ? ലിമിറ്റ്. ആ അതെ, ലിമിറ്റ് ഓക്കെ എന്ന് ഓക്കെ. പറഞ്ഞാൽ അത് എത്രയായിരിക്കും? കണ്ടറിയാം എത്ര എങ്ങനെയാ പറയുന്നത് നോക്കാം. അതാ ഞാൻ പറഞ്ഞത്, അതിനെപ്പറ്റി ഇപ്പൊ നമുക്ക് അറിയില്ല, പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ശരി അറിയില്ല ശരി അതെ ശരി. എങ്ങനെയാണ് തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ക്ലാരിറ്റി ഓക്കെ ഓക്കെ. ഞങ്ങളും മീറ്റിംഗിൽ കേട്ടത് അത്രേ ഉള്ളൂ. ആരും ഓക്കെ സ്പെഷ്യലായിട്ട് ഓക്കെ. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടില്ല. പിന്നെ താങ്ക് യു. വേറൊരു ഓക്കെ, താങ്ക് യു. കാര്യമുണ്ട് സാറേ. മറ്റേ എക്സ്ചേഞ്ച് ഓണിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു വലിയൊരു 1 ലാഖിനടുത്ത് കമ്മ്യൂണിറ്റി ഉണ്ട് ഓൾറെഡി. ഉണ്ട് ഉണ്ട് മനസ്സിലായില്ലേ? ഉണ്ട്. വലിയ കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ഓണിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈസി ആയിട്ട് ഡെഫിനറ്റ്ലി അത് 1 ലാഖ്. കാരണം ഓരോ ലീഡർമാരെ തന്നെ സഞ്ജയ് പ്രതീക്ഷിക്ക് തന്നെ 30,000 ആൾക്കാരുണ്ട് അവരുടെ ടീമിൽ. അതെ. എക്സ്ചേഞ്ച് ഓണിൽ തന്നെ 27,000 ആളുകൾ അവരുടെ ടീമിലുണ്ട്. അപ്പൊ ഉം. അവര് രണ്ടുപേരെ ചേർത്തിയാൽ തന്നെ 1 ലക്ഷം 2 ലക്ഷം ഈസി ആയിട്ട് കവറാവും. ആവും ഓക്കെ. ആവും. ഞാൻ എന്താ വിചാരിക്കുന്നത്, എന്റെ കുടുംബത്തിൽ തന്നെ 5-10 ഫോൺ ഉണ്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നത് തന്നെ. വെറുതെ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വെച്ചാൽ മതിയല്ലോ. ആർക്കും ഒരു അതെല്ലാരും നഷ്ടമില്ലല്ലോ. എല്ലാരും രജിസ്റ്റർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ അതെ ഹിന്ദിക്കാർ അതെ. ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് ഹിന്ദിക്കാർ കളിക്കാനായിട്ട്. ഇപ്പൊ അതെ. കൊടുത്താ ഇപ്പൊ കളിക്കുന്നു പറഞ്ഞ് നിൽക്കുക അവര്. ഈ ഉം, വെളിച്ചപ്പാട് ഉം. കയ്യിൽ വാള് കൊണ്ട് നിൽക്കുന്ന പോലെ അവർ നിൽക്കുന്നത്. ഇപ്പൊ ഓക്കെ. വെട്ടുന്നു പിന്നെ പറഞ്ഞ അതൊരു സംശയം കൂടി ഉണ്ടായിരുന്നു സാറേ. നമ്മളെ പിന്നെ 100 പുതിയ ബീലോ വാങ്ങിക്കഴിഞ്ഞാല് ഒരു ദിവസം നമ്മൾ ദിവസം കൂടുതൽ 100 ഇപ്പൊ 100ാമത്തെ 100 ദിവസം ഞാൻ നിൽക്കുകയാണെങ്കിൽ ഫുള്ള് സെല്ലോട്ട് ചെയ്യാൻ പറ്റൂലേ 100ാമത്തെ ദിവസം? അല്ലെങ്കിൽ അത് അന്ന് പറ്റും. 1% മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ? ഇല്ല അത് പറ്റും. 100 ദിവസം വെയിറ്റ് ചെയ്താലേ മുഴുവനായിട്ട് വിൽക്കാം. അല്ലെങ്കിൽ അപ്പൊ ഡെയിലി 50 1% വിൽക്കാം. 50 ദിവസം വെയിറ്റ് ചെയ്താൽ എനിക്ക് 50% വിൽക്കാൻ പറ്റൂലേ? അത് പറ്റൂല. 100 ദിവസം 100ാമത്തെ ദിവസം കഴിഞ്ഞാലാണ് മാത്രമേ ഫുള്ള് വിൽക്കാൻ 100ാമത്തെ പറ്റൂ? ദിവസം അൺലോക്ക് ആവുള്ളൂ. യെസ്. ശരിയാ. ഓക്കെ 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 ഓക്കെ. നല്ല കാര്യം. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാവരും നല്ല ആരും കാര്യം. ഡംപ് നല്ല ചെയ്യില്ല, ആരും ഡംപ് ചെയ്യില്ല സാർ. ആരെ കൊണ്ട് ഡംപ് ചെയ്യില്ല, ഡംപ് ചെയ്ത് ഡംപ് ചെയ്യില്ല. പൈസ 100 താഴേക്ക് ദിവസം പറ്റില്ല, കഴിഞ്ഞാൽ അതാണ്. മാത്രമേ ഡംപിങ് വരുള്ളൂ. അതെ. അതിനു മുമ്പ് അവർ അതിനുള്ള സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യും, എങ്ങനെ ഓക്കെ സസ്റ്റെയിൻ ഓക്കെ. ചെയ്യണമെന്ന്. ശരി. അത് ഇനി താങ്ക് യു. 100 ഇപ്പൊ നമ്മളിവിടെ 10 പറഞ്ഞ ഇവിടെ 10,000, 1000, 2000 മീംസ് കോയിന്റെ പോലെ $2,000 ഒക്കെ മേടിച്ചു വെക്കും ആൾക്കാര്. അതുകൊണ്ട് അങ്ങനൊന്നും ആരും പേടിക്കരുത്. എന്താണ് പോകുന്നത് നടക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. കൂടുതൽ അതെ അതെ. ലാഭം വേണ്ട, കൂടുതൽ ലാഭം ഒന്നും ആലോചിക്കണ്ട. ജസ്റ്റ് ഒരു $3-4, $5 അതായത് മേടിക്കുക, നമുക്ക് കളിക്കാൻ വേണ്ടി മാത്രമുള്ളത് കളിക്കുക, അളവ് വാങ്ങി വെക്കുക. മേടിക്കുക. അതെ, കളിക്കുക, ശരി. അളവ് മേടിക്കുക, കളിക്കുന്നവർ അല്ലാണ്ട് മിണ്ടാണ്ടിരിക്കുക. അതെ അതെ. ഓക്കെ. എങ്ങനെയെങ്കിലും ബീലോ കൊടുത്ത് നമ്മുടെ പൈസ കയ്യിലാക്കുക, ബീലോ ആ റിട്ടേൺ ചെയ്തിട്ട്. ക്യാപിറ്റൽ അതായിരിക്കണം എടുത്തു നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡസ് ക്യാപിറ്റൽ നമ്മൾ ഓപ്പറണ്ടി. എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വേണം ചെയ്തു. മോഡസ് പിന്നെ ഓപ്പറണ്ടി എല്ലാം ഷുഡ് ബി ടു ഗെറ്റ് ദ യെസ് ബീലോ മണി ബാക്ക്. നമ്മൾ എന്തായാലും യെസ് ഇട്ടിരിക്കുന്നു അത് തിരിച്ചെടുക്കുക ആദ്യം, അതിനുശേഷം എന്തോ ആയിക്കോട്ടെ. അതെ. താങ്ക് യു. പല അതായത് പല സംഭവം വിജയിച്ചാൽ നമുക്കൊക്കെ ഇത്രയും കാലം കാത്തുന്നതിന് നല്ലൊരു കാര്യമായി കിട്ടും. അതെ. ഞാനൊരു കാര്യം പറയാം. വേറൊരു പ്രൊജക്ടിൻ്റെത് എനിക്ക് മുഴുവനായിട്ട് അറിയില്ല. ഇവിടെ മാർക്കറ്റിൽ BT ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇതുപോലെ അവര് 2021-22 തുടങ്ങി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോയിനാണ് ആളുകളുടെ കയ്യിൽ മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരെന്തോ ഒരു NFTയോ കാര്യം എന്തോ കൊണ്ടുവന്ന് ഇപ്പൊ അതൊക്കെ ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഇത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരൊരു 10-20-30 ബെൻസും BMW ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ടീം. മനസ്സിലായില്ലേ? കാരണം അതൊക്കെ അവർക്ക് ആ ഒരു പ്രൊജക്ട് കൊണ്ട് തന്നെ സക്സസ് ആയി. അതുപോലെ തന്നെ അവരുടെ എന്താണ് ലോട്ടറി പരിപാടി ഉണ്ട്. ഡെയിലി 1 ലക്ഷം രൂപ, $1 എല്ലാവരും കൊടുക്കുക, 1 ലക്ഷം പേര്. എനിക്ക് കറക്റ്റ് ആയിട്ട് പ്രൊജക്ട് അറിയില്ല. സൗണ്ട് പോയി രൂപേഷിയുടെ സൗണ്ട് പോയി കേട്ടോ. രൂപേഷിയുടെ സൗണ്ട് പോയി. രൂപേഷ് അങ്ങയുടെ സൗണ്ട് പോയി കേട്ടോ. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അത് കേൾക്കുന്നില്ല, പറയുന്നത് പുള്ളി കേൾക്കുന്നില്ല. അതാണ് പ്രശ്നം. ഉം. രൂപേഷ് അങ്ങയുടെ സൗണ്ട് പോയി. വി ആർ നോട്ട് ഏബിൾ ടു ഹിയർ യു ഇങ്ങനെ രൂപേഷ്. പറഞ്ഞു കേട്ടാണ്. അപ്പൊ $1 ലക്ഷം കൊടുത്തിട്ട് കഴിഞ്ഞ 2 ഇപ്പൊ മിനിറ്റ് കേൾക്കുന്നുണ്ടോ? പറഞ്ഞ ഒന്നും കേട്ടില്ല കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ സാറേ? ഹലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ അതില് ഞാൻ പറഞ്ഞത് വേറൊരു പ്രൊജക്റ്റില് അതില് $1 വെച്ചിട്ട് എല്ലാവരും നറുക്കെടുപ്പിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ
ഡെയിലി അവര് അതിന്റെ 50%, എനിക്ക് കറക്റ്റ് ഫിഗർ അറിയില്ല, സംതിങ് ലെറ്റ്സ് ടേക്ക് 50% എന്താണ് അവരുടെ NFT പൂളിലേക്ക് പോകും. 50% അവിടെ 11 പേരാണ് വിന്നേഴ്സ് ഉണ്ടാവുക. ഡെയിലി നറുക്കെടുപ്പ്, ഡെയിലി 11 പേർക്ക് ആ $50,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പൊ ആരാണ് ജയിക്കണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഒരു സൈഡിൽ അവിടെ NFT നല്ല ലിക്വിഡിറ്റി വരുന്നു, ഒരു സൈഡിൽ ഇവിടെ അച്ചീവ്മെന്റ് ആളുകൾ കിട്ടുന്നു. മനസ്സിലായല്ലേ? അപ്പോ കാരണം ഇവര് പൊട്ടി പൊളിഞ്ഞു കിടന്നാണ് ഇവര്. VT ക്യാഷ് എന്ന് എന്തോ പറഞ്ഞിട്ട് പൊട്ടി പൊളിഞ്ഞു കിടന്നവരാ. അതെ ഒരു അതെ ഡോളറിന് 1 ലക്ഷം കോയിനോ 2 ലക്ഷം കോയിനോ എല്ലാം കൊടുക്കാന്നും പറഞ്ഞ് നമ്മുടെ എല്ലാം പുറകെ ആയിരുന്നു. അതെ അതെ. അപ്പൊ അതാണ് പറയണത്, ക്രിപ്റ്റോയിൽ എന്തുവേണം സംഭവിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഉമ്മ സാറും അത് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പറയണം. ഓക്കെ അബ്ദുൾ സാർ, താങ്ക് യു. സജഷൻ സാറ് ഒന്ന് മെറ്റാമാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് ചെയ്യാം. അത് എല്ലാവരും വെയിറ്റ് ചെയ്യണം. അത് കാണിച്ചിട്ട് കണ്ടിട്ട് പോയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ്, അതെങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത് കാണിക്കാം. അത് ഓക്കെ. എന്നിട്ട് മീറ്റിംഗിൽ നിന്ന് പോയാൽ മതി. 46 പേരുണ്ട്. അല്ലെങ്കിൽ പിന്നീട് പേഴ്സണലി ചോദിച്ചിട്ട് വിളിക്കരുത്. ഓക്കെ. ടോക്കൺ പോക്കറ്റ് വേണോ മെറ്റാമാസ്ക് വേണോ ചോദിക്കാം കേട്ടോ. വേണേ രണ്ടും കാണിക്കാം, 1 മിനിറ്റ് എടുക്കുള്ളൂ. അനിൽകുമാർ. അതെ, മെറ്റാമാസ്ക് അല്ല നല്ലത്, ടോക്കൺ പോക്കറ്റ് ആണ് നല്ലത്. ടോക്കൺ പോക്കറ്റ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് മറ്റേ ട്രസ്റ്റ് ടോക്കൺ പോക്കറ്റ്, ഇതാണ് നല്ലതെന്ന് എന്റെ അഭിപ്രായം. എന്താ അങ്ങനെ കാരണം സാറേ? മെറ്റാമാസ്ക് പഴയ പോലെ ഒന്നുമില്ല, അവിടെ ഡാറ്റ പോകുന്നുണ്ട്. അതുമല്ല, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നോണ്ടിരിക്കുന്നത് മെറ്റാമാസ്കിൽ, അതായത് ഡാറ്റ ഷെയറിംഗ് ഉണ്ട് മെറ്റാമാസ്കിന്ന്. മാക്സിമം മെറ്റാമാസ്ക് യൂസ് ചെയ്യാണ്ടിരിക്കണായിരിക്കും നല്ലത്. ബെറ്റർ. ഞാനും അതേ ഒപ്പീനിയനാ അനിൽ സാറിന്റെ. അതല്ല സാറേ, ട്രസ്റ്റ് വാലറ്റിലേക്ക് ഫണ്ട് പോകണ്ടെന്ന് പറയണ്ടല്ലോ. ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഫണ്ട് ഫണ്ട് നമുക്ക് ടോക്കൺ പോക്കറ്റിൽ നിന്നല്ല ഏത് വാലറ്റിൽ നിന്ന് പോകും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു ട്രസ്റ്റ് വാലറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി, ആരെങ്കിലും വന്നിട്ട് നമുക്കൊരു മൈനിങ് പ്രോഗ്രാം തരും, നമ്മുടെ ആപ്പിൽ കൊണ്ടുപോയിട്ട് അത് കണക്ട് ചെയ്യും. മനസ്സിലായില്ലേ? കേൾക്കുന്നുണ്ടോ? അങ്ങനെ ആപ്പിൽ കൊണ്ടുപോയി നമ്മൾ അത് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റ് അവർക്ക് ഏത് കമ്പനിയുടെ ഇതിനായിട്ടാണ് നമ്മൾ കണക്ട് അവർക്ക് ആക്സസബിൾ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണില്ലേ, ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യാൻ പോണില്ല നമ്മുടെ ക്രാക്കിനായിട്ട്. അപ്പൊ നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ആ വാലറ്റ് ആക്സസബിൾ ആയിരിക്കും. നമ്മൾ ആ പ്രോഗ്രാം നിർത്തി അതിൻ്റെ അത് ആ പ്രോഗ്രാം നമ്മൾ പൊളിഞ്ഞു പോയെന്ന് വിചാരിക്കാം. ഏത് പ്രോഗ്രാമിലാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രോഗ്രാം പൊളിഞ്ഞു പോയി, അപ്പോഴും നമ്മുടെ വാലറ്റ് അവർക്ക് ആക്സസബിൾ ആയിരിക്കും. നമ്മൾ പിന്നീട് അതിൻ്റെ അകത്ത് $100, $200, $500 കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കമ്പനിക്കാരത് എടുത്തോണ്ട് പോകും. അതായത് നമ്മളെ ഏതെങ്കിലും ഒരു ആപ്പിനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് അങ്ങനെ വാലറ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ രീതിയിൽ സംഭവിക്കുക. അതില് ട്രസ്റ്റ് വാലറ്റ് മാത്രമല്ല, ടോക്കൺ പോക്കറ്റ് അല്ല, മെറ്റാമാസ്ക് അല്ല, ഏത് വാലറ്റ് കണക്ട് ചെയ്താലും ഇതായിരിക്കും സ്ഥിതി. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? USDT ഒക്കെ സൂക്ഷിക്കണ വാലറ്റ് മറ്റൊരു വാലറ്റ് ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പാടില്ല. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അല്ല, നമ്മളുടെ അനിൽ സാറേ, നമ്മൾ ഏത് അക്കൗണ്ട് ആണോ, കേൾക്കാമോ? കേൾക്കാം. നമ്മള് മെറ്റാമാസ്കില് ഏത് അക്കൗണ്ട് ആണോ യൂസ് ചെയ്യുന്നത് ഈ കമ്പനിക്ക് വേണ്ടിട്ട്, ആ അക്കൗണ്ടിൽ യാതൊരു പൈസയും ഇടാതെ ഇരുന്നാൽ മതി. പിന്നെ 1, 2, 3, 4 അക്കൗണ്ട് ഉണ്ടാവുമല്ലോ നമുക്ക്. മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്നോണ്ട് മെറ്റാമാസ്ക് യൂസ് സാറേ, ഞാൻ ഇതല്ല വാലറ്റ് പൈസ പോണതല്ല മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്നോണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. മെറ്റാമാസ്ക് നമ്മുടെ ഡാറ്റ ഷെയർ, മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ബൈനാൻസ് അത് വാലിഡ് ആണല്ലോ. അപ്പൊ ഇന്ത്യൻ എന്താ പറയാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കോയിൻ സ്വിച്ചിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസയാണ് അവിടെ ഇട്ട് ട്രേഡ് ചെയ്യണം അതിന്റെ ഡീറ്റെയിൽ നമ്മൾ IT സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരും.
കോയിൻ മനസ്സിലായില്ലേ? പാർക്ക് അപ്പൊ കോയിൻ അതുകൊണ്ട് പാർക്ക് ഇന്ത്യൻ അക്കൗണ്ടിലൊന്നും ഇന്ത്യൻ എക്സ്ചേഞ്ചിലൊന്നും നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇപ്പൊ പറഞ്ഞ മെറ്റാമാസ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. മെറ്റാമാസ്ക് ഞാനൊക്കെ ഉപേക്ഷിച്ചു. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തിരുന്നത് മെറ്റാമാസ്ക് ആണ്. ഇപ്പൊ ചെയ്യുന്നില്ല. കാരണം ഇതുകൊണ്ടാണ്. ഞങ്ങൾ നിർത്തി. ഞങ്ങൾ ഒരുപാട് ഫണ്ട് ഞങ്ങളുടെ എടുക്കുന്ന കംപ്ലീറ്റ് പോലെയല്ല ഗ്രൂപ്പ് നിർത്തി മെറ്റാമാസ്ക്. അതിന്റെ അതായത് ഒരുപാട് നമ്മൾ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യണം. ഇപ്പൊ എന്റെ അടുത്ത് കുറെ പേര് പറയും എനിക്ക് ക്രാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പൈസ ഇട്ട് തരും. അപ്പൊ നമ്മളൊക്കെ മെറ്റാമാസ്കിൽ കൊണ്ട് സൂക്ഷിക്കാം. അവിടെ നിന്ന് ഒരു 1000, 2000, 3000, 4000, $10,000 വന്നെന്ന് വിചാരിക്കാം. ഈ $10,000 ഡാറ്റ അവിടെ ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് $10,000 ഇത് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ള വാലറ്റുകളൊന്നും അത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെറ്റാമാസ്ക് സേഫ് അല്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അവിടുന്ന് ഫണ്ട് എടുത്തുകൊണ്ടോണ്ടല്ല. നമ്മള് ഒരു ലിങ്കും ചെയ്യാത്ത ഒരു വാലറ്റിൽ നിന്ന് ആർക്കും ഫണ്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഡാറ്റ മെറ്റാമാസ്ക് കൺട്രോൾ ചെയ്യണ ആളുകൾക്ക് അല്ലെങ്കിൽ അത് മെറ്റാമാസ്കിന്റെ ഓണേഴ്സിന് അത് അവൈലബിൾ ആയിരിക്കും. ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പണി. അതാണ്. ഓക്കെ. ഓക്കെ സലീം സാർ. ട്രസ്റ്റിലും ടോക്കൺ പോക്കറ്റിലും സാറേ, ഇപ്പൊ നമുക്ക് പ്രാക്ടീസിന് തന്ന ആപ്പില് ഈ 3x ആണല്ലോ കാണിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ബോൾ പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ഔട്ട് ആകുന്നതല്ല. അപ്പൊ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ടൈമിങ്ങിന്റെ ഇത് പറയുന്നുണ്ട്. അത് എങ്ങനെയാണത്? 4 മിനിറ്റ് എന്തോ പറയുന്നുണ്ടല്ലോ. 4 മിനിറ്റിന് മുമ്പായിട്ട് സംഗതി നമ്മൾ ഈ 3 ഗോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാണ്. മിനിറ്റ് കണക്കാണ്. അല്ല, മിനിറ്റ് കണക്കുണ്ട്. 4 മിനിറ്റ് കളി തീരണം. പിന്നെ 3 സമയമാണ് നമുക്ക് 3 ചാൻസ് ആണ് ഉള്ളത്. അവിടെ മുകളിൽ 3 നീതി ഉണ്ടാവും. ഇപ്പൊ ഒരു പ്രാവശ്യം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 2 നീതും. ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ 1 നീതും. അപ്പൊ നമുക്ക് ടൈമിങ് 4 മിനിറ്റ് ലാസ്റ്റ് ടൈമിങ്. അതെ, സതീഷ് ഭായി ഒന്ന് കളി കാണിച്ചു കൊടുക്കോ? ഒന്ന് കളിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ അത് വർക്ക് നടക്കുകയാണോ? അത് കറക്റ്റ് ആവണില്ല. ചിലപ്പോ വേണ്ട, ഇന്റർഫേസ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? ഞാൻ മെറ്റാമാസ്കിൽ ഒന്ന് പോട്ടെട്ടാ. നമ്മളിത് റെഫർ ചെയ്യാൻ പറഞ്ഞു വെച്ചാല് പറയാൻ പറ്റില്ല. ചില ആളുകൾ ഇതിലൊക്കെ കണക്ഷനിൽ അവരുടെ വലിയ കോൺടാക്ട്സ് ഉണ്ടാവും. നല്ല കളി അറിയുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നന്നായി കളിക്കാറുണ്ടെങ്കിൽ നമ്മുടെ ബിലവ് 2 പേര് നന്നായി കളിക്കുന്നവർ മതി. ബിലവ് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും പറയണം. അതന്നെ, ഒരു 5000 പോയിന്റ് എടുക്കാൻ പറ്റിയാല് സംഭവം ഓക്കെയാണ്. പിന്നെ ഓരോ വലിയ വലിയ പൂളിലേക്ക് അവര് പോവും. ഓട്ടോമാറ്റിക്കലി അവര് പൈസ എടുത്തിട്ട് അവര് വലിയ വലിയ പൂളിൽ പോകുന്ന അനുസരിച്ച് നമുക്ക് ബിലവ് ഇപ്പൊ ഒരു കയ്യിൽ ഇപ്പൊ 5 ലക്ഷം എന്നുണ്ടെങ്കിൽ 5 ലക്ഷം പോകാൻ വലിയ പണിയില്ല. വലിയ പൂളില് 1000ന്റെ പൂള് 500ന്റെ പൂളൊക്കെ വന്നു കഴിഞ്ഞാല് തൊട്ടൊന്നിച്ചിട്ട് ബിലവ് തീരും. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരു കണക്കുണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു 1000 പേരുടെയാണ്. അതും ഈ 1000 പേരുടെ 0.1ന്റെ പൂളാണ് ഞാൻ കാണിച്ചത്. അതേപോലെ 5, 6, 7 പൂൾ ഒറ്റ ടൈമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ്. സ്ക്രീൻ കാണല്ലോ അല്ലേ? ഇവിടെ കണ്ടോ, ഞാൻ മെറ്റാമാസ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും അടിയിൽ എക്സ്പ്ലോർ എന്നുണ്ട് ഒരു ലെൻസിന്റെ ചിഹ്നം കാണാം. ആ പ്ലസിന്റെ നീല കളറിലുള്ള പ്ലസിന്റെ അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് എക്സ്പ്ലോർ, അതിലൊന്ന് ടച്ച് ചെയ്യാം. അപ്പൊ ഏറ്റവും മേലെ സെർച്ച് ബാർ വന്നു. അപ്പൊ അതിലൊന്ന് ടച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സെർച്ച് ബാർ വീണ്ടും ഓപ്പൺ ആവും. അതില് നമ്മളുടെ ഇതുണ്ടല്ലോ ലിങ്ക്, അതൊന്ന് ഒരു മിനിറ്റ് ഇട്ടോ, ഞാൻ ആ ലിങ്ക് ഒന്ന് എടുത്തോട്ടെ. എന്നാലും മതി.
K capital KRACK.pro. അതെ, അതിട്ടാ ഞാൻ മതി. ജസ്റ്റ് ഇത് സതീഷ് കോപ്പി സാറേ, ചെയ്ത് ഈ പ്രൈവറ്റ് കീ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, സേഫ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞോട്ടാ. ഉണ്ടാവില്ല ആളുകൾ. ഇത് മെറ്റാമാസ്കും ടോക്കൺ പോക്കറ്റും ഒക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാം ഒന്ന് തന്നെയാ. ഈവൻ ട്രസ്റ്റും ട്രസ്റ്റ് വാലറ്റ് ആയാലും ടോക്കൺ പോക്കറ്റ് ആയാലും മെറ്റാമാസ്ക് ആയാലും ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. കോമൺ ആണ്, കോമൺ പ്രൊസീജിയറാ. ഇത് നമ്മൾ എക്സ്പ്ലോറിൽ പോയിട്ട് സെർച്ച് ടച്ച് ചെയ്യാൻ, എന്നിട്ട് സെർച്ച് ബാർ കിട്ടും. സെർച്ച് ബാറിൽ പോയിട്ട് കണ്ടോ, ഞാനത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താലും മതി, KRACK.pro എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താലും നമുക്ക് അവിടെ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അടിയിൽ കണ്ടോ ഒരു ടിക്ക് മാർക്ക്, ഒരു മാർക്ക് എടുക്കണുണ്ടോ ഏറ്റവും അടിഭാഗത്ത് മൊബൈലിന്റെ? എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. കാണുന്നില്ലേ സാറേ? കീപാഡില് ആ കീപാഡ് എന്താ അതില് ഏറ്റവും റൈറ്റ് കോർണറില്. ചിലവർക്ക് ഞാനിപ്പോ ഇത് എടുത്തു മുമ്പ് വെച്ചിട്ടുള്ള കാരണം എനിക്കത് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, 2026 എന്ന് പറഞ്ഞതിന്റെ തൊട്ടടിയിൽ വായിച്ചു നോക്കിയാൽ crack.pro എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ചിലവർക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരില്ല. നിങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? crack.pro എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നുണ്ടോ? 2026 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിന്റെ തൊട്ടടിയിൽ നോക്ക്. ആ കളർ ഒരു കളർ ബാളിന്റെ താഴെ. അതന്നെ, പച്ച കളറും റെഡ് കളറും ഒരു റൗണ്ട് ഇല്ലേ അതിന്റെ താഴെ. കളർ ബാള് പോലെ ഉണ്ട്. അതന്നെ, അതിന്റെ അടിയിലേക്ക് crack.pro എന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് ചെയ്ത കാരണം വന്നെടുക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അടിയിലത്തെ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്തിട്ട് അടിയിലുള്ള ടിക്ക് മാർക്ക്, അല്ലെങ്കിൽ ചിലരുടെ മൊബൈലില് ഗോ എന്നായിരിക്കും ഉണ്ടാവുക ഏറ്റവും അടിഭാഗത്ത്. ചില മൊബൈലില് ടിക്ക് മാർക്ക് ആയിരിക്കും, ചില മൊബൈലിൽ ഏരോ മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളവർ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗോയിൽ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലുള്ള പോലെ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ടച്ച് ചെയ്യുക ഏറ്റവും അടിയിൽ. അപ്പൊ ഇതുപോലെ വരും. ഞാൻ ഈ പറഞ്ഞ 3 കളറിന്റെ അടിയിലുള്ളത് crack.pro എന്ന് പറഞ്ഞിട്ട് വരും. ഇതുപോലെ ഒരു ആരോ മാർക്ക് ആയിട്ട് കണ്ടോ. ആ ആരോ മാർക്കിൽ ഞാനിപ്പോൾ ടച്ച് ചെയ്യാൻ പോണ്. ആ ടച്ച് ചെയ്യുമ്പോൾ അത് റൺ ആവും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ വാലറ്റ് കണക്ട് ആയി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇത് പേജ് മേൽപോട്ട് കയറ്റാം. സതീഷ്, അങ്ങയുടെ വാലറ്റ് കണക്ട് ആയത് കാരണം ചേഞ്ച് വാലറ്റ് വരുന്നു മോണില്, അല്ലെങ്കിൽ കണക്ട് വാലറ്റ് വരും. കണക്ട് വാലറ്റ് വരും. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ടൈമർ പോകുന്നുണ്ട്. ലൈവ് നൗ എൻഡ് ഇൻ 01 minute 40 സെക്കൻഡ്. അതങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും. അത് ഓൾറെഡി ലൈവായിട്ട് പോകുന്ന പൂളാണ്. അതിൽ ടോട്ടല് 21 പൂൾ നമ്പർ മേലെ എഴുതിയിട്ടുണ്ട്. 21 USDT പൂളാണ്. 6 പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാ, അത് ഇങ്ങനെയാണ് അത് പോണത്. അപ്പൊ അതിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ ലൈവാണ് പോകുന്നത്. ഗ്രീൻ ഒന്നിലും പറ്റില്ല, ഒരു ഗ്രീനിലും യെല്ലോയിലും പറ്റുള്ളൂ. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ നോക്കിയാൽ മഞ്ഞാണ്. സ്റ്റാർട്ട് 1 minute 10 സെക്കൻഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ 10 പേരുണ്ട്. അധികം പേരുള്ളതിൽ നോക്കാം. ഇതിൽ 50 പേരുണ്ട്. കണ്ട, ഈ 50 പേരുള്ളതിൽ കയറാം. അപ്പൊ കുറവ് പേരുള്ളതിൽ കയറാതിരിക്കുന്നത് നല്ലത്. എപ്പോഴും പൈസ കൂടുതൽ കിട്ടണമെങ്കിൽ അധികമുള്ള ആൾക്കാരുള്ള ഇതിൽ കയറണം. അപ്പൊ ഞാനിവിടെ 51 സെക്കൻഡ് ഉണ്ട്. ജോയിൻ പൂളിൽ ഇതിൽ 52 പേരുണ്ട്. ജോയിൻ പൂൾ എന്ന് പറഞ്ഞോടത്ത് ടച്ച് ചെയ്യുന്നു. കൺഫേം ജോയിൻ. കണ്ടോ, ഇപ്പൊ 43-40 സെക്കൻഡ്. ഒരു ക്വസ്റ്റ്യൻ സാറേ, ഇപ്പോ ആളുകൾ വന്നാൽ മാത്രമാണോ കളി നടക്കുള്ളൂ? ഇപ്പൊ കുറച്ച് പേരുള്ളൂ, 15 പേരാണെന്നുണ്ടെങ്കിൽ കളി നടക്കില്ലേ? നടക്കും. 5 പേരായാലും ഒരാളായാലും കളി നടക്കും. പക്ഷെ നമുക്ക് പൈസ കുറവേ കിട്ടുള്ളൂ. സതീഷ്, ഇതിനു മുമ്പ് അവര് മിനിമം 100 പേരാണ് വെച്ചിരുന്നത്. ഇപ്പൊ അത് മാറ്റി 100 പേര് ജോയിൻ ചെയ്താൽ മാത്രമേ ആകുള്ളൂ. ഇപ്പൊ അതല്ല. ആ ടൈം ആയി കഴിഞ്ഞാൽ 5 പേരാണെങ്കിലും 10 പേരാണെങ്കിലും 20 പേരാണെങ്കിലും കളി സ്റ്റാർട്ടാവും. അതെ. അത് ഉള്ളതാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ആണല്ലോ അല്ലേ? പിന്നെന്താ? അതെ സർ. ഇവിടെ $58 ഉണ്ട്. കണ്ടോ, $90 ആയിട്ടുണ്ട്. ഒരാളും കൂടി ജോയിൻ. ഇതിപ്പോ 3 സെക്കൻഡായി. ഞാനിപ്പോ എനിക്കിവിടെ പച്ച വരും. ജസ്റ്റ് അതിൽ ടച്ച് ചെയ്യാം. ഗോ ടു ഗെയിമില് ടച്ച് ചെയ്തു. ലീഡർ ബോർഡ് ഷോ ഉണ്ട്. അപ്പൊ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ ഇതുപോലെ നമുക്ക് ഇത് ചെയ്ത് കാണിക്കും. അപ്പൊ ശരിക്കും ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് പോയി നമുക്ക് ആ ബോളിന്റെ ചിഹ്നം അവിടെ വരണം. ലോഡായി വരാൻ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പൊ വന്നു. അപ്പൊ 8%, 15%, ഇത് 90% ആകുമ്പോൾ ഓപ്പൺ ആവും. അപ്പൊ അതിൽ സെൻട്രലായിട്ടൊരു ബട്ടൺ കാണാം, അതിൽ ടച്ച് ചെയ്യാം. കണ്ടോ, ഇപ്പൊ സ്റ്റാർട്ടായി.
ഇനി നമ്മള് ഇങ്ങനെ 90ലേക്ക് അടിക്കാം, അത് ഔട്ടായി, ഒരു ചാൻസ് പോയി. ഇത് കണ്ട, അത് രണ്ടാമത്തെ ചാൻസും പോയി. ചില സമയത്ത് നമ്മുടെ കൺട്രോളിൽ കിട്ടണില്ല, അത് ഇത് കണ്ട ലോക്കായി. കഴിഞ്ഞു. അല്ല, കഴിഞ്ഞതല്ലത്, നമ്മുടെ കൺട്രോളിലേക്ക് വരുന്നില്ല. അതായത് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഉള്ളിൽ. അത് കാരണം നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നില്ല. ചില സമയത്ത് സാധിക്കും, ചില സമയത്ത് സാധിക്കില്ല. അപ്പൊ അത് വർക്ക് നടക്കുന്ന കാരണം അത് റെഡി അങ്ങനെ ആയിട്ടില്ല. റെഡി ആയിട്ടില്ല. അതാണ് കാര്യം. ഇപ്പൊ ഇവിടെ ടൈമർ പോകുന്നുണ്ട്, 3 മിനിറ്റ് 42 സെക്കൻഡ് ഓൾറെഡി ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കളിച്ചത് ഇതാണ്. ഗോട്ട് ഗെയിമിൽ ഒന്നുകൂടിയും പോയി വെക്കാം. ഇവിടെ 3 മിനിറ്റ് കണ്ട, കളി ഓൾറെഡി നടക്കുന്നുണ്ട് അവിടെ. ഇനി ഓട്ടോമാറ്റിക് റൺ ആവുള്ളൂ. നമ്മൾ ചെയ്തിട്ട് കണ്ട, ഇപ്പൊ ഇത് പഴയ പോലെ വന്നു, പക്ഷെ കളിക്കാൻ പറ്റില്ല, അത് ഓട്ടോമാറ്റിക് കളിക്കും. റോബോട്ട് തന്നെ കളിച്ചോണ്ടിരിക്കും, നമുക്ക് അനുവാദമില്ല കളിക്കാൻ. നമ്മൾ ടച്ച് ചെയ്താലും ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, വീണ്ടും പോയി. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ പോകും. ഇങ്ങനെ വരില്ല. ഇതിപ്പോ വർക്ക് നടക്കണ കാരണമാണ് ഈ സംഭവം. അതല്ല, അത് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇപ്പൊ കളിക്കണ്ട, അത് ബാക്ക് എൻഡ് വർക്ക് നടക്കുക എന്നുള്ളത്. എക്സാക്ട്ലി. അഥവാ കളി തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നാൽ നമ്മുടെ പൈസ പോയി എന്ന് പറയാം. അത് അവര് വരുത്തില്ലല്ലോ, ഒരു കൺഫേം ആയിട്ട് വരുത്തില്ല, കാരണം ഇത്ര ആൾക്കാരുടെ ഇതുള്ളതല്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, അത് പ്രത്യേകം പറയുന്നത്, നിങ്ങളുടെ മൊബൈലില് അതായത് മാക്സിമം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ ഇതുണ്ടല്ലോ, റാമൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള മൊബൈലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ വിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ വേറൊരു ലോഡ് ഇത് കളിച്ചോണ്ടിരിക്കുമ്പോൾ വരാൻ പാടില്ല. ചിലപ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഒരു മെസ്സേജ് വന്നാൽ പിന്നെയും കുഴപ്പമില്ല. കോളുകൾ വന്നു കഴിഞ്ഞാൽ ആ പൈസ പോയി എന്ന് തന്നെ പറയാം. കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത്, അപ്പൊ കൺഫ്യൂഷനായി. അപ്പൊ ഇവിടെ ടൈമും പോയി, പോയിന്റും പോയി. അപ്പൊ അതുകൊണ്ട് കളിക്കുന്നവര് കോളുകൾ വരാത്ത മൊബൈൽ ഉണ്ടെങ്കിൽ അത് ചിലർക്ക് 2 മൊബൈൽ ഉണ്ടാവും. പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ കമ്പനികളുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ഉള്ള മൊബൈൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ പേഴ്സണലായി അധികം ആൾക്കാർ വിളിക്കാനുണ്ടാവില്ലാത്ത മൊബൈൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം കളിക്കുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറല്ലേ കളിക്കേണ്ടി വരുള്ളൂ. അപ്പൊ 10 മണിക്ക് ശേഷം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഒഴിവാക്കാം. കാരണം പിന്നെ ആരും വിളിക്കില്ലല്ലോ, എല്ലാവരും ഉറങ്ങുന്ന ടൈമല്ലേ. അപ്പൊ ഒരു അരമണിക്കൂർ കളിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയോ സാറേ, വൈഫൈ കണക്ട് ചെയ്യാ, മറ്റേ എന്താണ് എയറോപ്ലെയിൻ, അല്ല മറ്റേ പ്ലെയിൻ മോഡിൽ ഇടുക, എന്നിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് കളിക്കുക. അപ്പൊ കോൾ വരില്ലല്ലോ. ഫ്ലൈറ്റ് മോഡിൽ ഇത് വർക്കാവില്ല. അല്ലല്ല, വൈഫൈ ഉണ്ടാകും, വർക്ക് ചെയ്യല്ലോ. ഫ്ലൈറ്റ് മോഡിലിട്ടാ എല്ലാം കട്ട് ഓഫ് ആവും. ഓക്കെ, അതാ ഞാൻ ചോദിക്കുന്നത്. ഇല്ല കട്ട് ഓഫ് ആവും. ഫ്ലൈറ്റ് മോഡിലിട്ടല്ല എല്ലാം കട്ട് ഓഫ് ആവും, വൈഫൈയും വർക്ക് ചെയ്യില്ല. യു വിൽ ബി ടോട്ടലി കട്ട് ഓഫ്. സോറി, ഫ്ലൈറ്റ് മോഡ് അല്ല, മറ്റേ ഡു നോട്ട് ഡിസ്റ്റർബ്. സോറി ഡു നോട്ട് ഡിസ്റ്റർബ് കുഴപ്പമില്ല. ഫ്ലൈറ്റ് മോഡിലിട്ടാ ടോട്ടൽ കട്ട് ഓഫ് ആവും. അത് കറക്റ്റാ രൂപേഷ് സാർ പറഞ്ഞത്. ഡു നോട്ട് ഡിസ്റ്റർബ്. പിന്നെ നമ്മുടെ സ്ക്രീനില് ഒരുപാട് ഇപ്പൊ ഗൂഗിൾ സെർച്ചിലൊക്കെ ക്രോമിലൊക്കെ ഒരുപാട് ഇത് പേജുകൾ തുറന്നു വെക്കൂലേ, അതെല്ലാം ഓഫ് ചെയ്യണം. നമ്മള് വാട്സപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് തുറന്നു വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ചിലവർ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ തുറന്നു വെച്ചിട്ട് തന്നെ ആയിരിക്കും ഗെയിം കളിക്കണം. അപ്പൊ അത് ആ സമയത്ത് എല്ലാം ക്ലിയർ ചെയ്യുക, എന്നിട്ട് ഗെയിം മാത്രം എടുക്കുക. അപ്പൊ അത്യാവശ്യം സ്പീഡ് കിട്ടും നമുക്ക്. ഇപ്പൊ കുറച്ച് ക്ലിച്ചൊക്കെ വരുന്നുണ്ട്, അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യായിരിക്കും. ചിലപ്പോൾ സ്റ്റക്കായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ റീലോഡ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ശരിയാക്കും തോന്നുന്നു. അത് ചിലപ്പോ നാളേക്ക് ശരിയാവും.
അല്ല ഇതിലേ എല്ലാവരും ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി ഇരിക്കുക. അപ്പൊ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാലോ. അതിനുശേഷം എല്ലാം ക്ലിയർ ആയതിനു ശേഷം കളിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അനിൽ സാറെ ഒരു ഡൗട്ട് ഇവിടെ ഇപ്പൊ ചോദിച്ചിരുന്നു. അനിൽ സാറേ, അതെന്താ? ഇപ്പൊ ഒരു 1,00,000 ആളുകളായി കഴിഞ്ഞാല് വലിയ പ്രൈസിൽ കോയിൻ എടുക്കും പറഞ്ഞില്ലേ? ഇത് അങ്ങനെയല്ല, എത്രയാണ് എടുക്കുക, എങ്ങനെയാണ് അങ്ങനെയല്ല എടുക്കുക, സാറേ, എത്രയാണ് എടുക്കുക? അങ്ങനെ എടുക്കാൻ പറ്റില്ല. സാറ് ചോദിക്കുന്നത് ഓൾഡ് ബിലവിന്റെ കാര്യല്ലേ? ഹലോ, അതെ അതെ. നമ്മള് അന്നൊരു ഇത് പറഞ്ഞില്ലേ, നമ്മൾ ഈ ആദ്യത്തെ മാസം 10 രൂപയ്ക്ക് എടുക്കും, പിന്നത്തെ മാസം 5 രൂപയ്ക്ക് എടുക്കും, പിന്നത്തെ മാസം 2 രൂപയ്ക്ക് എടുക്കും. അപ്പൊ അതുണ്ടാവില്ല. 1,00,000 പേര് നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഇതിനകത്ത് എൻ്റർ ആവുകയാണെങ്കിൽ എപ്പോഴും 10 രൂപ വെച്ച് തന്നെ അതെ, 10 ക്യാഷ് ഔട്ട് remain. ചെയ്യാന്നാണ് That will പറഞ്ഞത്. remain. അതല്ലാതെ ഇതും പറഞ്ഞു കേട്ടോ. അതല്ലാതെ അപ്പൊ ഒരു പെർസെന്റേജ് ആ വിലയുടെ 10, അന്നത്തെ ഇപ്പൊ സപ്പോസ് അന്ന് $5 $10, അതിന്റെ 10% അവര് നിശ്ചയിക്കുന്ന ഒരു എമൗണ്ട് നമ്മുടെ ബീലോന്ന് നമ്മുടെ അവർ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിക്കും. എത്രയാണ്, അതാണ് എന്നാണ്, നമ്മുടെ എങ്ങനെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബിലോന് ഇപ്പൊ 50 സെന്റ് വരെ വില വരാന്ന് പറഞ്ഞത്. 50 സെന്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ നിലയ്ക്ക് 50 രൂപ. അതെ, 10 രൂപയ്ക്കല്ലേ എടുക്കുന്ന പറഞ്ഞത്. 50 രൂപ വരെ ഭാവിയിൽ വർദ്ധിച്ചേക്കാം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എന്നിട്ട് അത് കേട്ടിട്ട് എല്ലാവരും ഹോൾഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. മാക്സിമം കിട്ടണ തരക്കടിയില്ലാത്ത വിലക്ക് വിറ്റ് നമ്മുടെ മുതലും ലാഭം എടുക്കാം. അതെ, കമ്പനി പറഞ്ഞത് എന്തെന്നറിയോ? അതായത് പുതിയ BLV മാർക്കറ്റിൽ എൻട്രി ചെയ്യുമ്പോ അതിന്റെ വില കയറുമല്ലോ. 2 മാസം 3 മാസം 1 കൊല്ലം കഴിയുമ്പോഴേക്കും അത് ചിലപ്പോൾ $10 വരാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ബിലവ് കമ്പനി എന്ത് ചെയ്യും? അപ്പോഴേക്കും ഏകദേശമൊക്കെ തീർന്നുണ്ടാവും. തീരം കളിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടാവും, കയ്യിലുണ്ടാവും. തീരം കളി അറിയാത്തവരും ഇത് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ ബിലവൊക്കെ കമ്പനി ബൈബാക്ക് ചെയ്യുന്നാണ് പറയണത്. അത് എത്ര പൈസ ആയിട്ട്? 50 രൂപയായിട്ട് ബൈബാക്ക് ചെയ്യുന്ന പറയണത്. അതിന് റേറ്റ് അവിടെ $10 വരണം, എന്നാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. $10 ഹൈ റേറ്റ് വരുമ്പോഴാണ്. $10 ഒന്നും അല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുള്ളത് ഡുബേർ സാറേ, അതൊന്നും നമ്മളിവിടെ പറയണ്ട. $10 അല്ല, $1,000 അല്ല, $27,000 ഒക്കെ അവര് കാൽക്കുലേഷൻ പലതരത്തിലും പല പ്രൊജക്റ്റിലും കാണിച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ പറഞ്ഞ് വെറുതെ ആകാശക്കോട്ടൊക്കെ കെട്ടി ആൾക്കാർ കണ്ട് ഒന്നും ചെയ്യിപ്പിക്കണ്ട. വെറുതെ ആ വഴിക്കൊന്നും ചിന്തിക്കണ്ട. അത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ ഇവരെ ഇമാജിനേഷൻ അല്ലേ. ഇത്ര ആൾക്കാർ വന്നാൽ ഇത്ര രൂപ. ഇതിപ്പോ ആർക്കാ പറയാൻ പറ്റാത്തത്? ഒരു കാൽക്കുലേറ്റർ ഞാൻ പറയാലോ. അപ്പൊ അതൊന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. $10 വന്നാൽ തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ പഴയ BLVക്ക് ഒരു 50 രൂപ കിട്ടും. അത് വിചാരിച്ച ആരും 1 കൊല്ലം കാത്തിരിക്കണ്ട. ഇത് എന്താണ് മനപ്പായസം കൊണ്ടിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് 1 രൂപ 2 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്പളേ വിറ്റ് കാശാക്കിക്കുക. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു, ഇനി വെയിറ്റ് ചെയ്യാൻ നിങ്ങളെ 1 മിനിറ്റ് പോലും ഞാൻ അനുവദിക്കില്ല. അത് അങ്ങനെ പറയും തന്നെ ഏറ്റവും വലിയ തെറ്റാ. ഇപ്പൊ ആൾക്കാർ പറയും, സാറൊക്കെ പറഞ്ഞില്ല ഇത് $10 വന്നാലോ 1 കൊല്ലം ഇരിക്കും, എന്നിട്ട് വന്നില്ലെങ്കിലോ നമ്മളെ പറയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് എത്രയും വേഗം നിങ്ങൾക്ക് അവിടെ ക്യാഷ് ആക്കാൻ പറ്റണോ? P2P ചെയ്യാൻ പൈസ ഇത് ചോദിക്കുന്നുണ്ടോ? ബിലവ് ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ കളിക്കുന്നില്ലേ? ഓക്കെ, നോ പ്രോബ്ലം. P2P ചെയ്യാൻ 1 രൂപ 2 രൂപയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത് കാശാക്കിയേക്ക്. 1,00,000 വിറ്റ് കഴിഞ്ഞാൽ 2 രൂപ. സതീഷ് സാറേ, വേറൊരു കാര്യം ചെയ്യാം. അതായത് ഇപ്പൊ ഒരാള് 1,00,000 കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആള് ഇപ്പൊ 1 രൂപ 2 രൂപ ആവുന്ന സമയത്ത് മാക്സിമം, അതായത് 50,000 75,000 വരെയും വിൽക്കാം. വിറ്റിട്ട് നമ്മുടെ മുതലെടുക്കാം ഇന്ന് തന്നെ. അതിനുശേഷം ബാക്കി വരുന്ന 10,000 അല്ലെങ്കിൽ 25,000 അത് വേണമെങ്കിൽ ഇനിയിപ്പോ 3 രൂപ ആവുന്നുള്ള പ്രതീക്ഷയിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതിനൊന്ന് വീണ്ടും 10,000 വിൽക്കാം.
വീണ്ടും 10,000 ആയിട്ട് ഒരു രൂപ പല നമ്മള് പ്രൈസിൽ വിൽക്കുക. 5,000 അതെ 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 എന്റെ ഒപ്പീനിയൻ, ഞാൻ ഇതിനോടൊന്നും ഒരു യോജിപ്പുമില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനോടൊന്നും. കാരണം 4 വർഷമായിട്ട് കാത്തിരിക്കുന്നവരാ. അവർക്ക് എങ്ങനെയാലും ഇതിൽ നിന്ന് തല ഊരിയാൽ മതി എന്നായി. ലാസ്റ്റ് ആകുമ്പോ ഇത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ നിങ്ങൾ ഈ തടിയെടുക്കുക. പറയുന്ന എത്രയും പെട്ടെന്ന് തടിയെടുക്കാൻ പറ്റും, തടിയെടുക്കുക. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. ഒരു നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ വളരെ ശരിയാണ്. ഇത് അത്ര സക്സസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ആദ്യം വിറ്റോന്ന് ഇതായി എന്തായി അവര് കാര്യം നടന്നു. ബാക്കിയുള്ളവനെ നാല് മാസം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. കാരണം ഇവരെ പ്രൊജക്ടുകൾ നിങ്ങളൊന്ന് വാച്ച് ഇനിയിപ്പോ ചെയ്താൽ മതി. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ 50 രൂപ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 5,000 അവിടെ വെക്കാം. സാറേ ഒന്നും മിണ്ടാണ്ടിരുന്ന സാറേ. നിങ്ങൾ വെറുതെ ഈ ആകാശക്കോട്ടയും പണിതവർക്ക് കൊടുക്കണ്ട. സാറേ കൊടുത്ത് 4-5 വർഷമായി. 4-5 വർഷമായി കൊടുത്ത്. നമ്മുടെ സാറിന് ഉമർഖാൻ സാറിന്റെ ജാതകത്തിൽ 5 മാസം 4 മാസമാണ് മാക്സിമം. അത് നമ്മൾ അറിഞ്ഞു നിൽക്കുക. ഏതെങ്കിലും ഒരു പ്രൊജക്ട് സാറന്നല്ലേ പറഞ്ഞ്, ഏതെങ്കിലും ഒരു പ്രൊജക്ട് 5-6 മാസത്തിൽ കൂടുതൽ ഓടിയിട്ടുണ്ടോന്ന്? എന്നിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. കൊടുത്ത് കാശ് മേടിക്കുക. 1 രൂപ 2 രൂപ കിട്ടിയോ കൊടുത്ത് കാശ് മേടിക്കുക. അപ്പോഴും ലാഭം തന്നെ. 10 സെന്റിനും 20 സെന്റിനും അല്ലെങ്കിൽ 10 പൈസ ആയിട്ടും 20 പൈസ ആയിട്ടും 50 പൈസയൊക്കെ ആയിട്ട് മേടിച്ചവരല്ലേ. 1 രൂപ 1.5 രൂപ കിട്ടിയ കാശ് കൊടുത്ത് കാശ് മേടിച്ചാൽ ഓക്കെ. എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? നമുക്കൊന്നും നമ്മളെ മനസ്സിൽ തോന്നും ഓക്കെ നമ്മളിത് പറഞ്ഞാൽ നല്ലതാണ്, അവർക്ക് കുറച്ച് കാശ് കിട്ടും. കിട്ടിയില്ലെങ്കിൽ അവര് നിങ്ങളോട് തിരിച്ചും ചോദിക്കും. സാറല്ല പറഞ്ഞ 2 കൊല്ലോടും എന്നൊക്കെ പറഞ്ഞിട്ട് 4 മാസം ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മനക്കോട്ടയ്ക്കൊന്നും പോണ്ട. കിട്ടിയ എത്രയും വേഗം ആരാണ് പീട്ടുപ്പ് ചെയ്യാൻ ചോദിക്കുന്നത് കൊടുത്ത് കാശ് മേടിച്ചാൽ അത് അത്രയും കാശ് നിങ്ങളുടെ കയ്യിലിരിക്കും. എത്രയും വേഗത്തിൽ കിട്ടണ അത്രയും ഗുണം ചെയ്യും. നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞിട്ട് 10 ലക്ഷം രൂപ കിട്ടുന്നതും ഇപ്പൊ ഈ സ്പോട്ടിൽ 10 ലക്ഷം രൂപ കിട്ടുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. കിട്ടുന്നത് വാങ്ങി അടിച്ച് നടക്കുക. വെറുതെ മനക്കോട്ടെ. വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഇപ്പൊ തന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാറേ എന്റെ കോയിൻ വിറ്റാരണം എന്ന് പറയല്ലേ ദയവ് ചെയ്ത്. അതന്നെ അങ്ങനെയുണ്ട്. ഇത് കാരണം 1-2 പേരല്ല ഇതിൽ വന്നിട്ടുള്ളത്, ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. അത്ര തന്നെ. അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ കണക്ക് വെച്ചിട്ട് ഇതിപ്പോ ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞല്ലോ, ഗെയിം കളിക്കണത് അതിന്റെ പ്രൈസ് ആവണത് ഇതൊക്കെ വേറെ കേസ്. പക്ഷെ ഈ പോലെ കമ്പനി ഇത് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിന്റെ ഉള്ളില് കോയിൻ ഇവിടെ കാണില്ല. അത് നമുക്ക് നോക്കാം. 10 ദിവസം കഴിഞ്ഞാല് അറിയാലോ. 10 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കോയിൻ അവിടെ പോയി എന്നുള്ളത് അവിടെ കമ്പനിയുടെ കണക്കുണ്ടാവും. നമുക്കറിയാം ഇത് വിൽക്കാൻ പറ്റുമോ, എത്രയ്ക്കാ വിൽക്കാൻ പറ്റിയ എന്താന്നുള്ളത് ഒരു കറക്റ്റ് പിക്ചർ കിട്ടും. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം ആയാൽ മതി. 10 ദിവസം. സാറേ എന്ത് പിക്ചർ കിട്ടിയാലും ഇവൻ 2 മാസം 3 മാസം ഓടിച്ചാൽ എന്ത് ചെയ്യും? അതിൽ കൂടുതൽ ഓടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതല്ല ഞാൻ പറയണത്. മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ മാർക്കണേ. അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ കാര്യമാണ് ഈ പറയണത്. നമ്മൾ വിചാരിക്കും 10 ദിവസം ഓടി നല്ല ഓക്കെ വെരി ഗുഡ് ആണ്, അപ്പൊ കുറച്ചാളും കൂടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് കൊടുക്കുക. അപ്പൊ പ്രൊജക്ട് ഓടിയില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ ഇവന്റെ അടുത്ത്. ഇവനോട് തന്നെ ഈ ഒമർഖാനോടാണ് ഒരാൾ ചോദിച്ചത് നിന്നെ ഏത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ അതിൽ കൂടുതൽ ചോദിക്കണ്ടല്ലോ ഒരാളോട്. കാരണം അയാൾക്ക് തന്നെ മനസ്സിലാവണില്ല ഇവന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. നിന്നെ ഏത് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാളുടെ സ്വഭാവം ഈ വ്യത്യസ്ത സ്വഭാവമാണ്. ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, മറ്റന്നാൾ വേറൊരു പ്രൊജക്റ്റ് ആയിട്ട് വരും. ഈ മനക്കോട്ടൊന്നും ഉണ്ട്. നമ്മൾ നടക്കണ്ട. കയ്യിൽ 1 രൂപ 2 രൂപ കിട്ടിയ കൊടുത്ത് കാശ് വാങ്ങി മിണ്ടാതിരിക്കുക. അത്ര തന്നെ. കയ്യിലെ കാശ് കളയാനല്ല നമ്മൾ നോക്കണ്ടത്, ഉള്ള കാശ് കളഞ്ഞ് ഇങ്ങോട്ട് മേടിക്കാൻ നോക്കാതെ. എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. എന്റെ ഒപ്പീനിയൻ. ഞാൻ അതുകൊണ്ടാണ് ഈ കളിക്കാൻ നിൽക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. 100% ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും മറ്റേ
ഇപ്പൊ മെറ്റാമാസ്ക് വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടോക്കൺ പോക്കറ്റ് അല്ല, ഡൗൺലോഡ് അങ്ങനെയില്ല ചെയ്യുക, സാറേ. എന്നിട്ട് അതിന്റെ മെറ്റാമാസ്ക് ഫേസ് കീ സാറേ, എടുത്ത് വെക്കുക. ഒരു മിനിറ്റ്. മെറ്റാമാസ്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ പറയല്ലേ. ഒരുപാടൊക്കെ പേര് കയ്യിൽ മെറ്റാമാസ്ക് ഉണ്ട്. ഇനിയിപ്പോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് ഇരട്ടി പണി ഉണ്ടാക്കിക്കില്ല. ഞാൻ മെറ്റാമാസ്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടൊന്നും നിങ്ങളുടെ കുടുംബമൊന്നും ഒരാളും കൊണ്ടുപോയി ഡാറ്റ കൊടുത്തിട്ട് ഇത്ര രൂപ അടയ്ക്കുന്ന ഒരാളും പറയില്ല. സാർ അതിന്റെ ഒരു വരുംവരായക പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അനിൽ സാർ. ഓക്കെ, അത് ഞങ്ങൾ പറഞ്ഞപ്പോ, അതായത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിന്ന് ഞാനും അനിൽജിയും പറഞ്ഞു, ബെറ്റർ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ടോക്കൺ പോക്കറ്റും ട്രസ്റ്റ് വാലറ്റും ആണ്. നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. മെറ്റാമാസ്ക് ആണേ മെറ്റാമാസ്ക്, അത്രേ ഉള്ളൂ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്നും നിങ്ങളുടെ കുടുംബം ഒന്നും എടുത്തുകൊണ്ട് അവിടെ സെൻട്രൽ ഗവൺമെന്റ് എടുത്തിട്ടൊന്നും പോകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഇതിൽ കിട്ടാൻ പോകുന്നത് അത് പറയും. ഓക്കെ, അതൊക്കെ ട്രേഡിങ് ഒരുപാട് ചെയ്തവരും ഡെയിലി ചെയ്യുന്നവരും ഇങ്ങനെയുള്ള പല പ്രൊജക്റ്റിൽ കൂടെ ചെയ്യുന്നവർക്കും അനിൽ സാർ പറഞ്ഞത് റൈറ്റ് ആണ്. അവർ അടുത്ത വഴി നോക്കിക്കോളും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച്, പുതിയ ഒരാളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു ഇഷ്യൂ ആക്കണ്ട. മെറ്റാമാസ്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. വേറൊരെണ്ണത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് പിന്നെ അതിന്റെ കുറെ പ്രൈവറ്റ് കീയും പോയി എന്ന് പറയും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് 100 കോൾ വരും. അപ്പൊ ഇതൊന്നും കൺഫ്യൂഷൻ ആക്കണ്ട ഒരാളി. ഓക്കെ, വേറൊന്നുമില്ലോ. ഒന്നുമില്ല. അപ്പൊ നമ്മളെ എല്ലാവരും നിങ്ങൾ നിങ്ങളുടേതായ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ബിലോ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരിക, എന്നിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യിപ്പിക്കുക ഉണ്ടെങ്കിൽ. എന്നാ അവരും ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റട്ടെ. ഇനിയിപ്പോ അവര് ഗെയിം കളിക്കുകയാണെങ്കിൽ അത്രയും കോയിൻ അവിടേക്ക് പോവും, അത്രയും എല്ലാവർക്കും ക്യാഷ്. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. എല്ലാവരും ടുഗദർ എവരിബഡി അച്ചീവ് മോർ എന്ന് പറഞ്ഞ പോലെ. അത് നമ്മൾ ആരും ചെയ്യുന്നില്ല എന്നല്ല. നമ്മൾ ഇപ്പൊ കളിച്ചാലും നമ്മുടെ പൈസ പോയി വേറെ ആൾ അവിടെ ജയിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമ്മുടെ വേറെ കോയിൻ നമുക്ക് അവിടെ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. അത്ര ഡിമാൻഡ് വരും. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക, എല്ലാവർക്കും ക്യാഷ് ഔട്ട് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ സാർ? സാറേ, വൈൻഡപ്പ് ചെയ്യാം. മെറ്റാമാസ്ക് ഉപയോഗിക്കാന്നല്ലേ പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഹലോ, അപ്പൊ പിന്നെ പുതിയ കോയിൻ വന്നുകൊണ്ടുള്ള ഉണ്ടെങ്കിലാണ് എല്ലാവരും കളിക്കാൻ. ഒരു കാര്യം കൂടി ഉണ്ട്, പുതിയ കോയിൻ ഉണ്ടെങ്കിലാണ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അത് മേടിക്കണമേ താല്പര്യമുള്ളവര് BNB എടുത്തു വെക്കണം. BNB BP20 $USDT BP20 ഡോളറാണ് വേണ്ടത്. സാറേ, അത് അവര് മേടിച്ചു കൊടുക്കണ്ട. അവര് തന്നെ അവര് സാപ്പ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നമ്മൾ മേടിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. BP20 മേടിക്കേണ്ടി വരിക. USDT ഉപയോഗിച്ചിട്ട് മേടിക്കുക. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വാലറ്റിൽ വെക്കുക, മെറ്റാമാസ്കിൽ വെക്കുക. അവിടെ തന്നെ മേടിക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സ്വയമായിട്ട് മേടിക്കുക. ബൈനാൻസിൽ പറ്റൂല കേട്ടോ. ബൈനാൻസിൽ മതിയോന്ന്. ബൈനാൻസിൽ ചെയ്യാൻ പറ്റില്ല. ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ് സർ. ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ്, ഒരു വാലറ്റ് ആണ്. വാലറ്റ് ഇതാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. കണക്ട് വാലറ്റ് ആണ്, കണക്ട് എക്സ്ചേഞ്ച് അല്ല. ഓക്കെ, അതിലിപ്പോ പറഞ്ഞ ഒന്നിലെ മെറ്റാമാസ്ക്, അല്ലെങ്കിൽ ട്രസ്റ്റ്, അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ്, ഇങ്ങനെയുള്ള ഏത് വാലറ്റും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് അവിടെ നിങ്ങളുടെ കയ്യിൽ BP20 ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഉണ്ടായിരിക്കണം. അല്ലാതെ ബിറ്റ്മാർട്ടോ കോയിൻ സ്റ്റോറോ ബൈനാൻസോ എക്സ്ചേഞ്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, there's a lot of difference between exchange and wallet. ഗ്യാസ് ഫീ ആയിട്ട് കുറച്ച് BNB കൂടെ സൂക്ഷിച്ചോട്ടാ. അതെ അതെ അതെ. ഒരു $2 $3 മതി സർ. $5 ഒന്ന് വെക്കാം മാക്സിമം. $2 വേണ്ടി വരില്ല എന്നാണ് ചിലപ്പോ. ജസ്റ്റ് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ 5 ആക്കി വെക്കാം. വാങ്ങിക്കാൻ പറ്റുമോ? $2 വാങ്ങിക്കാൻ പറ്റില്ലല്ലോ BNB. അതെ അതെ. രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ സാറേ. സലീം സാർ എന്തോ ചോദിക്കണേ? സലീം സാർ ചോദിച്ചൂടെ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, പഴയതാണോ?
സാറേ ഈ കോയിന്, പുതിയ കോയിന് നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഡൗൺലൈനിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ? നമുക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റും. സാറായിട്ട് വാങ്ങി കൊടുക്കണ്ട കേട്ടാ. അല്ല, അവര് ചോദിക്കുന്നുണ്ട്, അവർക്ക് അറിയില്ല. അപ്പൊ അവരെ അന്നേരം കൊണ്ട് കൊണ്ട് അവർക്ക് ചെയ്യിക്കാൻ മതി. ഗെയിം ഇത് സാറേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറഞ്ഞാലേ പലർക്കും വാങ്ങാൻ അറിയാത്തവരുണ്ട്. അതെ, അറിയുന്നവർ വാങ്ങി അത് നാളെ നമ്മുടെ തലയിൽ വരും. നിങ്ങൾ ഇത്രയ്ക്ക് വാങ്ങി തന്നു, ഇന്ന് അതിന്റെ പ്രൈസ് ഇത്രയായി, അതുകൊണ്ടാ പറയുന്നത് വേണ്ടാന്ന്. പറയുന്നുണ്ട് കുറച്ചെങ്കിലും ഇനി വേറൊരു വശം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രണ്ട് വശങ്ങൾ പറഞ്ഞു, ഒരു മൂന്നാമത്തെ വശം കൂടി പക്ഷെ ഞാൻ അത് പറഞ്ഞു. വിശ്വസ്തരായ ആളുകള് നമ്മളെ അതല്ല ഞാൻ പറയുന്നത്, അതല്ല. ഞാൻ അങ്ങനെ വേറെ കാര്യം പറഞ്ഞു. ഇത് ചെയ്യാത്ത നമ്മുടെ വിശ്വസ്തരായ ആളുകൾക്ക് വാങ്ങിക്കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് അതല്ല സാറേ. ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സലീം സാറ് വാങ്ങി കൊടുക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് സലീം സാറ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. സലീം സാറ് ഉദാഹരണത്തിന് രൂപേഷ് സാറ് പറയാണ്, സാറ് എനിക്ക് കുറച്ച് കോയിൻ വേണം, എനിക്ക് വാങ്ങാറില്ല, ഒരു 1000 കോയിൻ വാങ്ങി തരാമെന്ന് ചോദിച്ചു. $100 കിട്ടുന്നു. സലീം സാറ് വാങ്ങി കൊടുക്കുന്നു. അപ്പോ അതിന്റെ 0.255% 10 അപ്ലൈനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. അതായത് 10% പോകുന്നർത്ഥം. സാറ് 100 കോയിൻ വാങ്ങിയാൽ 90 കോയിന് സാറിന് കിട്ടുള്ളൂ. എക്സാമ്പിൾ 10 കോയിൻ 10 പേർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. 0.25. ഓക്കെ. സാറ് മറ്റുള്ളവർക്ക് വാങ്ങി കൊടുത്താല് നേരെ മറിച്ച് അദ്ദേഹം, അതായത് രൂപേഷ് സാറ് സാറിനോട് പറഞ്ഞു കോയിൻ വാങ്ങണമെന്ന് പറഞ്ഞു, സാറ് വാങ്ങി കൊടുക്കണം. നേരെ മറിച്ച് രൂപേഷ് സാറ് സ്വയമായിട്ട് വാങ്ങണമെങ്കിൽ, കാരണം സാറിന്റെ ഡൗൺലൈനിലുള്ള രൂപേഷ് സാറ് സ്വയമായിട്ട് വാങ്ങുമ്പോ അതിന്റെ 10% സാറിനാണ് കിട്ടണം. അപ്പൊ അതില്ലാണ്ടാക്കണോ വെറുതെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വാങ്ങുന്ന നിർബന്ധമുള്ളവർക്ക് അവരെ കൊണ്ട് തന്നെ വാങ്ങിക്കുക, അവരെ മെറ്റാമാസ്ക് കൂടെ. ഇത് സിമ്പിൾ ആണ്, വളരെ. പൈസ അവർക്ക് ഇട്ടുകൊടുത്ത് അവരെ കൊണ്ട് മേടിപ്പിക്കുക. അതെ. ശരി സാർ. അപ്പൊ എന്തിനത് ഇല്ലാതാക്കുന്ന വെറുതെ? ക്ലിയർ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതില്. അതുകൊണ്ടൊക്കെയാണ് ഇത് ഓരോ തവണ മേടിക്കുമ്പോൾ അതിന്റെ റെഫറിൽ കിട്ടൂട്ടാ. അതൊക്കെയാണ് ഇതിന്റെ ഗുണം. റെഫറില് ഓരോ തവണ കോയിൻ മേടിക്കാൻ നമുക്ക് റെഫറിൽ കിട്ടും 10 ലെവല്. അതേപോലെ തന്നെ ആര് ജയിച്ചാലും 10 ലെവൽ ആര് ജയിച്ചാലും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അത് ഡോളർ ആയിട്ടല്ല കിട്ടുക, അതും കൂടി ശ്രദ്ധിക്കുക. അത് കമ്പനി കോയിൻ ആയിട്ടാണ് തരിക. നിങ്ങൾക്ക് അത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അതിന് നോ ഇഷ്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കളിച്ചിട്ട് തീർക്കാം. ഇതിനെ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ കുറച്ച് പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കളിക്കാനുള്ള കോയിൻ പുറത്തുനിന്ന് മേടിക്കണ്ട, അത് എടുത്തിട്ട് തന്നെ കളിക്കാം. അവരെന്ന് റെഫറിൽ കിട്ടിയിട്ട് ആ കോയിൻ കൊണ്ട് കളിച്ച് തീർക്കാം. ഇഷ്ടംപോലെ കിട്ടും പുറത്തുനിന്ന്. പിന്നെ അതുകൂടാതെ നമുക്ക് വേറൊരു ഇതും കൂടി ഉണ്ട് ഇതിൽ പോയിന്റ്. അതായത് ഇപ്പൊ ഒരാൾക്ക് സാറിന്റെ കൂടെ ഒരു 10-30 പേര് ജോയിൻ ഡയറക്റ്റ് ചെയ്യിപ്പിച്ചു. അവരായിട്ട് ഒരു 100 പേര് ടോട്ടൽ പോയിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഒരു 10 ലെവൽ വരെ 100 പേര് പോയിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഈ 100 പേര് ഡെയിലി 10 കളി കളിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഈ 2 കളി വിൻ ചെയ്തു എന്ന് വരും. ചിലപ്പോൾ $10 ആയിരിക്കാം, ചിലപ്പോൾ 100 ആയിരിക്കാം, ചിലപ്പോൾ $200 ആയിരിക്കാം, ചിലപ്പോൾ $1000 ആയിരിക്കാം. എത്ര വിൻ ചെയ്താലും സാറിന് അവരെന്ന് ഇതുപോലെ 10% വരും. അപ്പൊ അവർക്ക് എക്സാമ്പിൾ, സാറ് ഒരു ആളെ രൂപേഷ് സാറിനെ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇപ്പൊ രൂപേഷ് സാറ് വിൻ ചെയ്തു $1000. അപ്പൊ അതിന്റെ 10% സാറിനുള്ളതാണ്. നേരിട്ട് കയറുക. അത് ഡോളറായിട്ട് തന്നെ കിട്ടും സാറിന്. സാറിന് അത് വിഡ്രോ ചെയ്യാം. ഒരു കട്ടിങ്ങും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് നേരിട്ട് വിഡ്രോ ചെയ്ത് എൻകേഷ് ആക്കാം. ഇങ്ങനെയും കാര്യങ്ങളുണ്ട്. അത് ഡോളറായിട്ട് തന്നെ കിട്ടുക. അവര് വിൻ ചെയ്ത പ്രൈസ് അവർക്ക് ഇപ്പോ $1000 അവർ വിൻ ചെയ്തു, $1000 അവർക്ക് കിട്ടി. അപ്പൊ അതിന്റെ 10% സാറിനുള്ളതാ. അപ്പൊ അത്രയാണ് എമൗണ്ട് വരുന്ന, അത്ര എമൗണ്ട് ഡോളറായിട്ട് സാറിന് കിട്ടും. അങ്ങനെ ഓരോരുത്തരും വിൻ ചെയ്യുമ്പോഴും കിട്ടും. അപ്പൊ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പൊ പിന്നെ അത് മാത്രല്ല, ഇപ്പൊ സാറിന് അങ്ങനെ സാറിന്റെ ടീമിൽ 100 പേര് കളിച്ചു, മാസങ്ങളോളം കളിച്ചു, അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു $10,000 100 പേർക്കും കൂടി വിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ടൊന്ന് കരുതാം. $10,000 വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 10% സാറിനുള്ളതാ. ഒരു മാസം കളിച്ചപ്പോഴാണ് എല്ലാം കണക്കൂട്ടുമ്പോൾ $10,000. 100 പേര് കൂടി കളിച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് $10,000. അതിന്റെ 10% സാറിന് കിട്ടും. അപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന വെച്ചാൽ ഒരു $1000 സാറിന് വന്നു എന്ന് വിചാരിക്കുക. ഈ $1000 സാറിന് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം, എൻകേഷ് ആക്കാം. പ്ലസ് അതിന്റെ പകുതി $500 അത് സാറിന് BIV കൊടുത്ത് മാറ്റാനുള്ള ഓപ്ഷനും കൂടിയും കമ്പനി തരുന്നുണ്ട്.
അതായത് $500 തുല്യമായ 10 രൂപ പ്രകാരം ഒരു BLV 10 രൂപ പ്രകാരം $500 എത്ര BLV ആണോ കൊടുക്കേണ്ടത്, ഓൾഡ് BLV കൊടുക്കേണ്ടത്, അത്രയും കമ്പനിക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ സാറിന് $500 ഇങ്ങോട്ട് ഇട്ടുതരും 24 മണിക്കൂറിനുള്ളിൽ. ഈ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവര് ആഡ് ചെയ്ത് കുത്തിക്കയറ്റിട്ടുണ്ട്. പക്ഷെ ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇത്രയും കൂടിയും കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കും. ക്ലിയർ? ഹലോ, ഓ സലീം സാറ് ക്ലിയർ ആയില്ലേ? ആ സാറേ, എല്ലാം ക്ലിയർ ആയി. സാർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരാളും, എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നു, $10 കൂടുതൽ കളിക്കാൻ താല്പര്യമുള്ളവർ $10 കൂടുതൽ ഒരാളും പുതിയ കോയിൻ വാങ്ങി വെക്കരുത്. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യണ്ട. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടെ ഈ കോയിൻ വാങ്ങാനുള്ളവരും അതിന്റെ ടേസ്റ്റ് കണ്ടവരും ഈ $10 അല്ല പോവുക, അവിടെ 10 ഗുണങ്ങളായിട്ടൊന്ന് പോവുക, മേടിക്കാൻ പോവുക. $10 വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് കേൾക്കാണ്ട് $1000 പോയി വാങ്ങും. അങ്ങനെയാണ് നമ്മുടെ ശീലം. എന്നിട്ട് വലിയ നിലയില്ലാത്ത വെള്ളത്തിൽ കയ്യും കാലിട്ട് അടിക്കണമല്ല, തല വരെ മുങ്ങിട്ട് അയ്യോ രക്ഷിക്കേ പൈസ പോയി എന്നും പറഞ്ഞ ആരും വരരുത്. ഓക്കെ, എല്ലാവർക്കും പൈസ വരും കിട്ടും എന്നുള്ളതിലുള്ള ചിന്തയിലാണ് നമ്മൾ കൂടുതൽ പൈസക്ക് വാങ്ങണം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ചെയ്തതിന്റെ അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാം, ടൈം എടുക്കും. ആ ടൈം നമ്മൾക്ക് വേറൊരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അതറിയാതെ പോകും. നേരെ മറിച്ച് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് 10-12 വർഷം ജോലിയും ചെയ്ത് അവിടുത്തെ ജോലിയും തീർന്ന് നാട്ടിൽ വന്നിരിക്കുന്ന ഞാൻ ഇപ്പം അനുഭവിക്കുന്ന പ്രോബ്ലമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. വേറൊരു സോഴ്സ് ഇല്ല എനിക്ക്, ആകെയുള്ള കൃഷി മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് 360 ദിവസം കൃഷിയായിട്ട് നമുക്ക് അതിൽ നിന്നൊന്നും ഏണിങ്സ് ഇല്ല. അതിനൊരു ടൈമുണ്ട്, ആ ടൈമിന് മാത്രമേ കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും മാസങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻകം ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇൻകം ഇല്ല. അപ്പൊ വേറൊരു ഇൻകം സോഴ്സ് ഇല്ല. അങ്ങനെ ഇല്ലാണ്ടാവുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവാ. ഓക്കെ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്നു മാത്രം. ക്ലിയർ? അപ്പൊ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. അല്ല, അനന്ത് സാറ് വൈൻഡപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ.